ക്ഷേത്ര ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി വരുന്നു, പാർലമെൻറ്റ് ഉദ്ഘാടനം ചെയ്യാൻ സന്യാസിമാർ വരുന്നു എന്ന വിചിത്രമായ ഒരു കോമ്പിനേഷൻ രൂപപ്പെട്ടിരിക്കുന്നു. രാമൻ എന്നത് ഇന്ത്യയിലെ ജനതയുടെ ജീവിതത്തിൽ ഒരൊറ്റക്കല്ലിൽ കൊത്തിയ ശില്പം പോലെ ഒരു കാലത്തും നിലനിന്നിട്ടില്ല. ഫലപ്രാപ്തിയാണ് ശരിയെങ്കിൽ ഈ രാമായണത്തിൻ്റെ ഉള്ളിൽ കയറി യുദ്ധം ചെയ്യേണ്ടി വരും. ഈ തത്വം പറയുന്നത് പോലെ എളുപ്പമല്ല ഈ ഫങ്ഷണലായിട്ട് ഇത് നടത്തിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ ആദ്യ രാഷ്ട്രപതിയായ രാജേന്ദ്രപ്രസാദ് സോമനാഥ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് പോകാൻ ശ്രമിക്കുകയും നെഹ്റു തടയുകയാണ് ചെയ്തത്. ഇപ്പോൾ പ്രധാനമന്ത്രി നേരെ പോയി ഉദ്ഘാടനം ചെയ്യുകയാണ്. അതും പുതിയ ഒരു ക്ഷേത്രം മാത്രമല്ല, മറ്റൊരു മതവിഭാഗത്തിൻ്റെ ആരാധനാലയം തല്ലി തകർത്ത് അത് ഹീനമായ ക്രിമിനൽ കുറ്റകൃത്യമാണെന്നാണ് സുപ്രീം കോടതിയുടെ അവസാന വിധിയിൽ പോലും നമ്മൾ വായിക്കുന്നത്. ഭൂരിപക്ഷത്തിൻ്റെ താല്പര്യം എന്ന് പറയുന്നത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ താല്പര്യവുമായി നമ്മൾ ഇക്വേറ്റ് ചെയ്തുകൂടാ. ഞാൻ ദൈവവിശ്വാസിയല്ല, പക്ഷേ മനുഷ്യരുടെ ദൈവവിശ്വാസത്തെയോ മതബോധത്തെയോ നേരെ അറ്റാക്ക് ചെയ്യലാണ് ഇപ്പോഴത്തെ പ്രധാന പരിപാടി എന്ന് ഞാൻ ഒരിക്കലും കരുതുന്നുമില്ല. ജനങ്ങളുടെ ബോധത്തിൻ്റെ ഉടമാവകാശം ഹിന്ദുത്വത്തിന് കൊടുക്കരുത്. മഹാഭാരതം രാമായണം ഇവരുടെയാണെന്ന് മാത്രം വകവെച്ച് കൊടുക്കരുത്. അതിൽ മാപ്പിള രാമായണം അടക്കമുണ്ട്, അതിൽ കമ്പരാമായണമുണ്ട്, രാവണൻ്റെ മകളായിട്ട് വരുന്ന സീതയുമുണ്ട്. സാംസ്കാരിക വിമർശകനും എഴുത്തുകാരനും പ്രഭാഷകനുമായ സുനിൽ പീലയിടമാണ് നമുക്കൊപ്പം ചേരുന്നത്. മാഷേ, സ്വാഗതം. നമസ്കാരം. ഈ അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാദിന ചടങ്ങ് രാജ്യമാസകലം വലിയ രീതിയിൽ കൊണ്ടാടപ്പെടുകയാണ്. ഈ വരുന്ന ജനുവരി 22-നാണ് ആ ചടങ്ങ് നടക്കാൻ പോകുന്നത്. ഒരർത്ഥത്തിൽ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ ഒരു ആഘോഷം എന്നുള്ള നിലയിൽ വലിയൊരു മേളയായി ഇത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം നമുക്ക് മുന്നിൽ നിൽക്കുന്നു. യഥാർത്ഥത്തിൽ 1992 ഡിസംബർ 6 വരെ അയോധ്യയിൽ ബാബരി മസ്ജിദ് എന്ന ഒരു മുസ്ലിം ആരാധനാലയം ഉണ്ടായിരുന്നുവെന്നും ആ ആരാധനാലയം തീവ്ര ഹിന്ദുത്വ വിഭാഗക്കാർ തകർത്ത സ്ഥലത്താണ് ക്ഷേത്രം പണിയുന്നതെന്നുമുള്ള ഒരു ചരിത്രം ഒരർത്ഥത്തിൽ വിസ്മൃതിയിലേക്ക് ആണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇനി വരാൻ പോകുന്ന ഒരു തലമുറ 2019 ശേഷമുള്ള കോടതി വിധിക്ക് ശേഷമുള്ള അയോധ്യയുടെ ചരിത്രമായിരിക്കാം ഒരുപക്ഷെ ഇനി പഠിക്കാൻ പോകുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് വളരെ ഒരു കാലത്തൊക്കെ അഭിമാനത്തോടുകൂടി പറയാനുണ്ടായിരുന്ന ഇന്ത്യയുടെ ഒരു സമ്പന്നമായ ഭൂതകാലം ഉണ്ടായിരുന്ന ഒരു മതേതര ചരിത്രത്തിന് മേൽ വർഗീയ ശക്തികൾ അല്ലെങ്കിൽ വർഗീയ രാഷ്ട്രീയം ഒരു ആധിപത്യം സ്ഥാപിച്ച് കഴിഞ്ഞു എന്ന് തന്നെ ഈ ഒരു സാഹചര്യത്തെ വിലയിരുത്താൻ കഴിയുമോ എന്നുള്ളതാണ്. ഏറെക്കുറെ അതൊരു വസ്തുതയാണെന്നാണ് ഞാനും കരുതുന്നത്. 2-3 നിലകളിൽ അതിനെ കാണണം. ഒന്ന്, ഷഫീഖ് പറഞ്ഞതുപോലെ ഒരു 100-500 വർഷക്കാലത്തെ ഒരു ചരിത്രത്തിൻ്റെ മുകളിൽ അതിനെ തല്ലിത്തകർത്ത് കെട്ടിപ്പടുത്തതാണല്ലോ ഈ രാമക്ഷേത്രം എന്ന് പറയുന്നത്. അത് പക്ഷേ ഇനി എത്ര പേരുടെ ഓർമ്മയിലുണ്ടാവും. ഒരുപക്ഷെ നമ്മളെയൊക്കെ പോലെ ആ കാലത്തോട് ബന്ധപ്പെട്ട് നിന്ന ഒരു തലമുറ കൂടി പിൻവാങ്ങുന്നതോടെ വളരെ വിദൂരമായ ഒരു ഓർമ്മ മാത്രമായിട്ട് ഇത് മാറിത്തീരാം. എപ്പോഴും ഫാഷിസ്റ്റുകൾ ചെയ്യുന്ന ഒരു കാര്യം ഒരു ജനതയുടെ ചരിത്രത്തെ അവരിൽ നിന്ന് പതിയെ പതിയെ മായ്ച്ചു കളയുക, പുതുതായി തങ്ങളുണ്ടാക്കുന്ന ഒരു ചരിത്രം ആ രാജ്യത്തിൻ്റെ സ്വാഭാവിക ചരിത്രമാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുക എന്നതാണ്. അത് ഇക്കാര്യത്തിലും വളരെ കൂടുതൽ നടക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസം ഞാൻ ആരുടെ ഒരു ലേഖനം വായിച്ചപ്പോൾ അതിൽ പറയുന്ന കാര്യം, അയാൾ ഈ പത്രപ്രവർത്തകനാണ്. ഈ ബാബറി മസ്ജിദിൻ്റെ തകർച്ചയുടെ കാലമൊക്കെ നേരിട്ട് കണ്ട ഒരാളാണ്. അപ്പോൾ ഇതിൻ്റെ എന്തെന്ത് അവശിഷ്ടങ്ങളുണ്ട് ഇപ്പോൾ പത്ര റിപ്പോർട്ടുകളായിട്ടോ കട്ടിങ്ങുകളായിട്ടോ എന്ന് അന്വേഷിക്കുന്ന സമയത്ത് ചുരുക്കം ചില ചിത്രങ്ങളല്ലാതെ കാര്യമായൊന്നും അവശേഷിക്കുന്നില്ല എന്ന കാര്യം അദ്ദേഹം രേഖപ്പെടുത്തുകയുണ്ടായി. അതും ഒട്ടും യാദൃച്ഛികമൊന്നുമല്ല, വളരെ ആസൂത്രിതമായി തന്നെ പടിപടിയായി ഇത് നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ടിരിക്കുകയും ഞാൻ കരുതുന്നത് വേണമെങ്കിൽ ഒരു 10-20 കൊല്ലം കഴിയുമ്പോൾ വളരെ രാഷ്ട്രീയമായ ജാഗ്രതയുള്ള ചില ആളുകൾ മാത്രം ഓർമ്മിക്കുന്ന പൊതുബോധത്തിൽ നിന്ന് ഏതാണ്ട് വിസ്മൃതമായി പോയ ഒന്നായിട്ട് ഇത് മാറിത്തീർന്നുകൂടായികയില്ല. കാരണം ഫാഷിസ്റ്റുകളെ സംബന്ധിച്ച്, വർഗീയതയെ സംബന്ധിച്ച് ഏറ്റവും അപകടകരമായൊരു കാര്യം ഒരു സമൂഹത്തിൻ്റെ യഥാർത്ഥ ചരിത്രം ആ സമൂഹത്തിന് ഓർമ്മ ഉണ്ടാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ വാൾട്ടർ ബെഞ്ചമിനൊക്കെ ചരിത്രത്തെക്കുറിച്ച് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ഈ ഭൂതകാലത്തെ ഇങ്ങനെ ഒരു കയ്യെത്തിപ്പിടിക്കലാണ് എന്ന് പറയുന്നുണ്ടല്ലോ, ഓർമ്മയെ തിരിച്ചു പിടിക്കലാണെന്ന്. ആ അർത്ഥത്തിൽ ഈ ഓർമ്മയെ മായ്ച്ചു കളയുക എന്നുള്ളതാണ് ഒരുപക്ഷെ ഇപ്പം നടക്കുന്ന പ്രവൃത്തിയുടെ ഒരു പ്രധാനപ്പെട്ട ഉള്ളടക്കം. മറ്റൊന്ന് നിശ്ചയമായിട്ടും നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു വൈവിധ്യപൂർണമായ ജീവിതം
പങ്കുവയ്പ്പുകളുടെ സുദീർഘമായൊരു ചരിത്രം, അതുണ്ടാക്കിയ കൂടിക്കലരലുകളുടെ ഒരു സംസ്കാരം, ഇതിനെയൊക്കെ മാച്ച് കളഞ്ഞിട്ട് ഏകശിലാത്മകമായൊരു മതപാരമ്പര്യമാണ് ഈ രാഷ്ട്രത്തിൻ്റേത് എന്ന് വരുത്തി തീർക്കാനുള്ള വളരെ ആസൂത്രിതമായ ശ്രമവും ഇതിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതിപ്പോൾ ഇങ്ങനെ മാത്രമല്ല, മാഞ്ഞുപോയ പലതും ഉണ്ട്. ഇപ്പോൾ നോക്കൂ, മുഗൾ കാലഘട്ടത്തിലെക്കുറിച്ച് പഠിച്ച ചരിത്രകാരന്മാരൊക്കെ പറയുന്നൊരു കാര്യം, അന്ന് ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും തമ്മിലുള്ളതിനേക്കാൾ എത്രയോ കൂടുതൽ ബന്ധം ഉത്തരേന്ത്യയും ഇന്നത്തെ പേർഷ്യ ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ ഇറാനും ആ പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു സംസ്കാരമായിട്ടുണ്ട്. അന്ന് രൂപപ്പെട്ട ഹിന്ദുസ്ഥാനി സംഗീതമായാലും നൃത്തരൂപങ്ങളായാലും വാസ്തുവിദ്യയായാലും ഒക്കെ ഇന്ന് താം തദ്ദേശീയം എന്ന് കരുതുന്ന പലതിനേക്കാൾ കൂടുതൽ ബന്ധപ്പെട്ട് നിന്നിരുന്നത് പേർഷ്യൻ പാരമ്പര്യത്തോടാണ്. ഇപ്പോൾ മഹാഭാരതത്തിൻ്റെ ആദ്യ വിവർത്തനം പൂർണ്ണമായിട്ടുണ്ടായത് പേർഷ്യൻ ഭാഷയിലാണ്. ഇന്ന് ഇന്ത്യയിൽ ആരെങ്കിലും അത് ഓർക്കണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇന്ത്യയിലെ ഒരു ഭാഷയിലും സമ്പൂർണ്ണ വിവർത്തനം ഉണ്ടാകുന്നതിന് മുമ്പ് അക്ബറുടെ കൊട്ടാരത്തിൽ പേർഷ്യൻ ഭാഷയിൽ മഹാഭാരതത്തിൻ്റെ വിവർത്തനം ഉണ്ടായി. പക്ഷേ ഇന്ന് പേർഷ്യൻ സംസ്കാരം, പേർഷ്യൻ ഭാഷ, ഹിന്ദുസ്ഥാനി, ഉറുദു എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുന്നവർ വളരെ കുറഞ്ഞിരിക്കുന്നു. അങ്ങനെ വർഗീയത പല ഘട്ടങ്ങളിലും ഒരു എന്താ പറയുക, കൂടിക്കലരലുകളുടെ ഒരു മൾട്ടി കൾച്ചറലായ നമ്മുടെ ഒരു ഭൂതകാലത്തെ മറച്ചു കളയുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും അക്രമോത്സുകമായൊരു രൂപമായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സന്ദർഭം മാറിയിരിക്കുന്നു. കാരണം മുഗൾ പാരമ്പര്യം എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് എത്രയോ സമ്പന്നമായിരുന്നു. മധ്യകാലം എന്നതിനെ ഇപ്പോൾ മൊത്തം ഇരുട്ടാണ് എന്ന് വരുത്തി തീർക്കാനാണ് ഹിന്ദുത്വ ശക്തികൾ ശ്രമിക്കുന്നത്. പക്ഷേ ഹിന്ദുസ്ഥാനി സംഗീതമായാലും കർണാടക സംഗീതമായാലും നമ്മുടെ ക്ലാസിക്കൽ കലകളിൽ ഏറിയ പങ്കുമൊക്കെ ഈ മധ്യകാലത്ത് ഇന്ത്യയിൽ രൂപപ്പെട്ടതാണ്. ഭക്തി പ്രസ്ഥാനം ഈ മധ്യകാലത്തിൻ്റെതാണ്. ഈ മധ്യകാലത്തെ മുഴുവൻ മാച്ച് കളയണം എന്ന നിലയിലാണ് ഹിന്ദുത്വ ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വാസ്തവത്തിൽ ഇത് ഒരു ചരിത്രത്തെ നിർമ്മാർജ്ജനം ചെയ്യുന്ന ഒരു പ്രക്രിയയായിട്ട് മാറുന്നു. അതിൻ്റെ നേതൃത്വം ഭരണകൂടം നേരിട്ട് ഏറ്റെടുക്കുകയും ചെയ്യുന്നു. ക്ഷേത്ര ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി വരുന്നു, പാർലമെൻറ്റ് ഉദ്ഘാടനം ചെയ്യാൻ സന്യാസിമാർ വരുന്നു എന്ന വിചിത്രമായ ഒരു കോമ്പിനേഷൻ രൂപപ്പെട്ടിരിക്കുന്നു. ഒരു നിലയ്ക്ക് പറഞ്ഞാൽ ഒരു മതരാഷ്ട്രത്തിലേക്കുള്ള ഇന്ത്യയുടെ പരിവർത്തനത്തെ പല നിലകളിൽ സൂചിപ്പിക്കുന്നുണ്ട്. അവിടെ ആയിക്കഴിഞ്ഞു എന്ന് ഞാൻ പറയല്ല, പക്ഷേ അതിൻ്റെ എല്ലാ അപകടങ്ങളും നമ്മെ വലയം ചെയ്യുന്നതിൻ്റെ അടയാളം കൂടിയായിട്ട് വേണം ഇതിനെ കാണാൻ. ഇവിടെ ഈ അയോധ്യയുമായി ബന്ധപ്പെട്ട സംവാദങ്ങൾ കുറെ കൂടെ കോംപ്ലിക്കേറ്റഡ് ആവുന്ന ഒരു സ്ഥിതി എന്ന് പറയുന്നത് രാമനാണ് ഈ സംവാദങ്ങളുടെ എല്ലാം അടിസ്ഥാനം എന്നുള്ളത്. അപ്പോൾ മാഷേനെ പല തവണ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെ ഒരു സാധാരണ ഭൂരിപക്ഷ വിശ്വാസികളുടെയൊക്കെ ജീവിതവുമായി ബന്ധപ്പെട്ടും വിശ്വാസവുമായി ബന്ധപ്പെട്ട എല്ലാ അടരുകളിലും അത്രമേൽ പ്രാധാന്യമുള്ള ഒരു പ്രാതിനിധ്യമാണ് രാമൻ എന്നുള്ള സങ്കല്പവും ആ ആശയവും. അപ്പോൾ അതേ ആശയത്തെ തന്നെയാണ് അപ്പോൾ ഒരു സാധാരണ ഒരു വിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ ഒരു ദിവസത്തെ തന്നെ പലതവണ രാം രാം എന്നുള്ള വാക്ക് ഉപയോഗിക്കും. അപ്പോൾ ഇതേ ആ ആശയത്തെ തന്നെയാണ് മറ്റൊരർത്ഥത്തിൽ ഈ ഹിന്ദുത്വ വിഭാഗം, തീവ്ര ഹിന്ദുത്വ വിഭാഗം ആ നിലയിൽ പ്രതിഷ്ഠിച്ച് അവർക്ക് താല്പര്യമുള്ള ഒരു രാമസങ്കല്പത്തെ ഡെവലപ്പ് ചെയ്ത് നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ആ രാമനാണെങ്കിൽ മാഷിക്ക് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഈ പറയുന്ന പോലെ തന്നെ അമ്പും വില്ലൊക്കെ നിൽക്കുന്ന, ശത്രുവിനെ നിഗ്രഹിക്കാൻ നിൽക്കുന്ന ഒരു പുരുഷനായ ഒരു നായക രാമസങ്കല്പം രൂപപ്പെട്ട് കഴിഞ്ഞു. ഇനി ആ ഒരു സ്ഥലത്ത് നിന്ന് ഇനിയൊരു ശരാശരി വിശ്വാസിയുടെ ഒരു സാധാരണ രാമനെ വേർതിരിച്ചെടുക്കുക എന്നുള്ളത് ഇനി ഇന്നത്തെ ഒരു രാഷ്ട്രീയ ഇന്ത്യയിൽ പോസിബിൾ ആണോ? അതിപ്പോൾ ഭാവി പ്രവചിക്കാൻ എനിക്ക് പറ്റില്ല. പക്ഷെ ഞാൻ കരുതുന്നത് രാമൻ എന്നത് ഇന്ത്യയിലെ ജനതയുടെ ജീവിതത്തിൽ ഒരൊറ്റക്കല്ലിൽ കൊത്തിയ ശില്പം പോലെ ഒരു കാലത്തും നിലനിന്നിട്ടില്ല. ഇപ്പോൾ ഭക്തി പ്രസ്ഥാനത്തിന് ശേഷമാണല്ലോ ഇന്ത്യയിൽ രാമഭക്തി ഒരു പ്രധാന ശക്തിയായി മാറുന്നത്. അതിനു മുമ്പ് ഇന്ത്യൻ പാരമ്പര്യത്തിൽ തന്നെ രാമഭക്തി അത്ര ദൃഢമല്ല. തുളസീദാസും ഭക്തി പാരമ്പര്യമാണ് രാമഭക്തിയുടെ വലിയൊരു പ്രചാരത്തിന് വഴിവെച്ചത്, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ. അപ്പോൾ പോലും ഈ തുളസീദാസ് ഉണ്ടാക്കുന്ന രാമനോ അല്ലെങ്കിൽ എഴുത്തച്ഛനുണ്ടാക്കുന്ന രാമനോ കമ്പനുണ്ടാക്കിയ രാമനോ നമ്മുടെ നാട്ടിലെ രാമപാരമ്പര്യങ്ങളോ ഒന്നും ഏകശിലാത്മകമല്ല. അതത് സമൂഹങ്ങളുടെ ജീവിത സന്ദർഭങ്ങളോട് പല നിലകളിൽ ബന്ധപ്പെട്ടാണ് ഇതെല്ലാം നിലനിന്നിട്ടുള്ളത്. മാത്രമല്ല ഇപ്പം അയോധ്യ എന്ന് പറയുന്ന സമയത്ത് അയുത്യ എന്ന് പറയുന്ന സ്ഥലം തായ്ലൻഡിലുണ്ടല്ലോ. ഇന്തോനേഷ്യയിൽ ഈ രാമപാരമ്പര്യം മുഴുവനുണ്ട്. ദക്ഷിണേഷ്യ മുഴുവൻ പടർന്നു കിടക്കുന്നുണ്ട്. അങ്ങനെ എത്രയോ വൈവിധ്യപൂർണമായൊരു ജീവിതം വാസ്തവത്തിൽ രാമസങ്കല്പത്തിനുണ്ടായിരുന്നു. നമ്മുടെ സെക്കുലർ ശ്രമങ്ങൾക്ക് സംഭവിച്ച ഒരു പരാധീനത ഈ വൈവിധ്യങ്ങളെയും അതിൻ്റെ ബഹുത്വത്തെയും ഒക്കെ
ഉറപ്പിച്ചു നിർത്തുന്നതിന് പകരം ഇത് ഏകാത്മകമായൊരു രാമനാണ് എന്ന നിലയിൽ അതിനെ മനസ്സിലാക്കാനാണ്, അല്ലെങ്കിൽ അതിനോടൊരു സമീപനം രൂപപ്പെടുത്താനാണ് നമ്മുടെ സെക്യുലർ എൻഗേജ്മെൻറ്റും പൊതുവിൽ ശ്രമിച്ചത്. രാമൻ എന്ന് പറയുന്നത് ഒരു ഐതിഹ്യ കഥാപാത്രമാണ്, ദൈവ കഥാപാത്രമാണ് എന്ന മട്ടിൽ. വാസ്തവത്തിൽ ഇതിനകത്ത് ധാരാളം വൈവിധ്യങ്ങളും വൈരുദ്ധ്യങ്ങളും ഉണ്ട്. അപ്പോൾ ആ വൈവിധ്യങ്ങളെയും വൈരുദ്ധ്യങ്ങളെയും ഇനിയും നമ്മൾ തേടിപ്പിടിക്കേണ്ടി വരും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതല്ലാതെ ഈ ഏകശിലാത്മകമായ ഒന്നാണ് രാമസങ്കല്പമെന്ന് നാം അതിനെ വിമർശിക്കാൻ വേണ്ടി പറഞ്ഞാലും വാസ്തവത്തിൽ അതിൻ്റെ ഗുണഭോക്താക്കൾ ഈ വർഗീയ ശക്തികൾ തന്നെയാണ്. അപ്പോൾ പിന്നെ ആ രാമൻ അവരുടേത് മാത്രമായി. മറിച്ച് ഈ രാമനെ എന്നല്ല, ഇന്ത്യൻ പാരമ്പര്യത്തെ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഇന്ത്യൻ പാരമ്പര്യത്തെ ഏകശിലാത്മകമായി ബ്രാഹ്മണികമെന്നോ മറ്റുള്ള യുക്തിയിലേക്ക് സംഗ്രഹിക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും നമ്മൾ ചെറുക്കണം. അതല്ല, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മഹാഭാരതം ഇന്ത്യയിൽ ഏറ്റവും വലിയ ഹൈന്ദവമായൊരു ടെക്സ്റ്റാണ് എന്ന് പൊതുവെ കരുതുമ്പോൾ അത് അക്ബർ വിവർത്തനം ചെയ്യുന്നു, പേർഷ്യൻ പാരമ്പര്യത്തിൽ പ്രവർത്തിക്കുന്നു, അക്ബറുടെ കൊട്ടാരത്തിലുണ്ടത്. ഇന്ത്യയുടെ ഒരു കൊട്ടാരത്തിലും മഹാഭാരതം ഒരു പാഠ്യപദ്ധതിയുടെ ഭാഗമാകുന്നതിന് മുമ്പ് അക്ബറുടെ കൊട്ടാരത്തിൽ അതായി. ഞാൻ പറഞ്ഞ ഈ മൾട്ടിപ്ലിസിറ്റിയെ വിട്ടുകളഞ്ഞാൽ നമുക്ക് സംഭവിക്കുക ഇതിൻ്റെ എല്ലാം സ്വാഭാവിക ഉടമാവകാശം ഹിന്ദുത്വത്തിന് മാത്രമായി തീരും. അത് നമ്മുടെ സെക്യുലർ എൻഗേജ്മെൻറ്റിൽ വലിയ അളവിൽ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ അതേസമയം ഷഫീഖ് ചോദിച്ചൊരു ചോദ്യം ഇനി കൂടുതൽ പ്രസക്തമാണ്. കാരണം ഈ വൈവിധ്യങ്ങളെ വീണ്ടെടുക്കുകയും അതിലൂടെ ഈ ഹിന്ദുത്വ അക്രമോത്സുകമായൊരു വർഗീയതയുടെ യുക്തിയെ ചെറുക്കുകയും ചെയ്യുക എന്നുള്ളത് കൂടുതൽ പ്രയാസകരമായിരിക്കും എന്നതിൽ സംശയമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചരിത്രത്തിൽ വേരുപിടിച്ച് കിടക്കുന്നതുകൊണ്ട്, ചരിത്രം ഞാൻ പറയുന്നത് ജനങ്ങളുടെ വിശ്വാസം, ആചാരം, സഹസ്രാബ്ദങ്ങളായിട്ടുള്ള അവരുടെ ജീവിതബോധം ഇതിൽ വേരുപിടിച്ച് കിടക്കുന്നതുകൊണ്ട് അതിനെ സമ്പൂർണ്ണമായി ഒഴിവാക്കുന്ന ഒരു അജണ്ട രൂപപ്പെടുത്തുന്നതോടെ വാസ്തവത്തിൽ ആ ഡൊമൈൻ ഇതിന് പുറത്തായിപ്പോകും. ഓക്കെ. ഇപ്പോൾ പണ്ട് കേസരി പറയുന്ന ഒരു കാര്യമുണ്ട്. പള്ളത്തിരാമൻ രാമായണത്തിനെതിരെ രാവണായനം എഴുതാൻ പുറപ്പെടുന്നു. അപ്പോൾ കേസരി രാവണായനം എഴുതുന്നത് നല്ലതാണ് എന്നും അത് ബൗദ്ധ ജൈന പാരമ്പര്യങ്ങളിൽ നിന്ന് രാവണനെക്കുറിച്ചുള്ള ഏതേത് ആശയങ്ങൾ സ്വീകരിക്കാം എന്നൊക്കെ വിസ്തരിച്ച് അതിന് ഉപദേശ രൂപേണ എഴുതുകയും ഒക്കെ ചെയ്തിട്ട് അവസാന ഒരു സന്ദർഭത്തിൽ കേസരി പറയുന്നൊരു വാക്യം, പക്ഷേ രാവണായനം എഴുതിക്കൊണ്ട് മിസ്റ്റർ പള്ളത്തിരാമൻ കൊണ്ടുവരാനിരിക്കുന്ന വിപ്ലവത്തിൻ്റെ പല മടങ്ങ് വിപ്ലവം രാമായണം വീണ്ടും എഴുതിക്കൊണ്ട് മിസ്റ്റർ കുമാരനാശാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെന്താന്ന് വെച്ചാൽ, ഈ രാവണായനം എഴുതുന്നതോടെ രാമായണത്തിൽ തൽപരരായ ഒരാൾക്കും അതിൽ പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ലല്ലോ. അതൊരു വേറെ സ്ഥലമാണ്. അത് ഈ ഡിസ്കോഴ്സിന് പുറത്ത് വേറൊരു കളം ഉണ്ടാക്കി നിങ്ങൾ കളിക്കുന്നു. അവിടെ നിങ്ങൾ കളിക്കുന്നതുകൊണ്ട് ഇവർക്ക് പ്രശ്നമൊന്നുമില്ല. മറിച്ച് ആശാൻ രാമായണം വീണ്ടും എഴുതി ചിന്താവിഷ്ടയായ സീത എഴുതുമ്പോൾ രാമായണത്തിൽ തൽപരരായ എല്ലാവരും അതിൽ പെടും. അവർക്കിത് കാണാതിരിക്കാൻ പറ്റില്ല. സീതാരാമനെ വിമർശിക്കുന്നതോടെ അതുണ്ടാക്കുന്ന ഒലച്ചിൽ നിങ്ങളപ്പുറം ഒരു രാവണായനം എഴുതിയാലും ഉണ്ടാവില്ല. എന്നിട്ട് കേസരി പറയുന്നുണ്ട്, മിസ്റ്റർ കുമാരനാശാൻ്റെ വഴി പിന്തുടരുന്നതാണ് നല്ലത് എന്നും കേസരി പറയുന്നുണ്ട്. ഞാൻ പറയണത് അതൊരു ചരിത്ര വിവേകമാണ്. അതായത് ഇവിടെ രണ്ട് പ്രശ്നമുണ്ട്. നിങ്ങൾ തിയററ്റിക്കലി പെർഫെക്റ്റ് ആകാനാണോ ശ്രമിക്കുന്നത്, സോഷ്യൽ ഫങ്ഷനുള്ള ഒരു ആശയം മുമ്പോട്ട് വെക്കാനാണോ ശ്രമിക്കുന്നത്? നിങ്ങളുടെ തിയററ്റിക്കൽ പെർഫെക്ഷനാണ് ഒന്നാമത്തെ കൺസേൺ എങ്കിൽ രാവണായനം തന്നെയാണ് ശരി. മറിച്ച് ഫലപ്രാപ്തിയാണ് ശരിയെങ്കിൽ ഈ രാമായണത്തിൻ്റെ ഉള്ളിൽ കയറി യുദ്ധം ചെയ്യേണ്ടി വരും. ഇതാണ് കേസരി പറഞ്ഞതിൻ്റെ ഒരു സാങ്കത്യം. ഇത് നമ്മുടെ ഈ ഡിസ്കോഴ്സിലും ഉണ്ട്. പക്ഷേ ഷഫീഖ് ചോദിച്ചൊരു ചോദ്യം പ്രധാനമാണ്. ഇനി എങ്ങനെയാണ് നമുക്കിത് ചെയ്തെടുക്കാൻ കഴിയുക എന്നുള്ളത് നിശ്ചയമായും മുമ്പത്തേക്കാളൊക്കെ വലിയ പ്രയാസകരമാണ്. കാരണം ഒരു ഭരണകൂടത്തിൻ്റെ എന്താ പറയുക, രാഷ്ട്രയുക്തിയായിട്ട് ഇപ്പം മാറുകയാണല്ലോ. ഇക്കാലം വരെ അതായിരുന്നില്ല. ഇക്കാലം വരെ എന്തെല്ലാം നമ്മൾ പറഞ്ഞാൽ ഔപചാരികമായി രാഷ്ട്രത്തിന് മതമില്ലെന്നും രാഷ്ട്രം ഒരു ബഹുസംസ്കാര പാരമ്പര്യമാണെന്നൊക്കെ നമ്മൾ എറിയും കുറഞ്ഞ ഔപചാരികമായിട്ടെങ്കിലും പറഞ്ഞു പോന്നിരുന്നു. അതുകൂടി മാഞ്ഞു പോവുകയും എല്ലാ പാഠപുസ്തകങ്ങളിലും പതിയെ പതിയെ ഇത് നിറയുകയും ചെയ്യുമ്പോൾ അടുത്തൊരു തലമുറയോട് ഇത് 1/4 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് രാമൻ ഒരു പാരമ്പര്യമാണെന്ന് പറഞ്ഞാൽ അത് ഒരു തമാശ പോലെ ആയിത്തീരാം. അതൊരു പ്രശ്നമാണ്. ഈ സാധാരണ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട വിശ്വാസ രീതികളിലൂടെ എൻഗേജ് ചെയ്യുന്ന നമ്മുടെയൊക്കെ നാട്ടിലുള്ള അടിത്തട്ടിൽ ജീവിക്കുന്ന മനുഷ്യരുടെ വിശ്വാസ പരിസരങ്ങളിലേക്ക് എളുപ്പത്തിൽ കടന്നു ചെല്ലാൻ ഒരു ഹിന്ദുത്വ പ്രൊപ്പഗാൻഡയ്ക്ക് കഴിയുന്നുണ്ട്.
പക്ഷേ അതേ സ്ഥലത്ത് ഈ ഇന്ത്യൻ സാംസ്കാരിക പാരമ്പര്യത്തിനകത്തുള്ള ഈ ഐതിഹ്യങ്ങളുമായി ബന്ധപ്പെട്ടും മറ്റു മിത്തുമൊക്കെ ബന്ധപ്പെട്ട സങ്കല്പങ്ങളിൽ നിന്നുകൊണ്ടുള്ള ആ ആശയത്തെ അതിനകത്തുള്ള രാമനെയൊക്കെ കണ്ടെത്തുന്ന ഇത്തരം സെക്യുലർ ശ്രമങ്ങൾക്ക് ഈ അടിത്തട്ടിൽ നിൽക്കുന്ന മനുഷ്യരുമായി എൻഗേജ് ചെയ്യാനുള്ള ആ ഒരു രാഷ്ട്രീയ ഭാഷ സ്വീകരിക്കുന്നതിൽ ഒരു ഒരു കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. അതായത് എനിക്ക് സംശയം, ഇപ്പോൾ ഒരു വിശ്വാസി അല്ലാത്ത ഒരാൾക്ക് വിശ്വാസത്തിൽ നിൽക്കുന്ന മനുഷ്യരുടെ ഒരു ബോധമണ്ഡലത്തോട് ആ ഒരു എൻഗേജ്മെൻറ്റ് ആ നിലയ്ക്ക് പോസിബിൾ ആണോ? ശരിക്കും പോസിബിൾ അല്ല എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ അത് ഇപ്പോൾ മെയിൻ സ്ട്രീം സെക്യുലർ ഡിസ്കോഴ്സ് പോകുന്ന ഭാഷ അതിന് പര്യാപ്തമാണെന്ന് ഞാൻ കരുതുന്നില്ല. അതിൽ ഷഫീഖ് പറഞ്ഞ ഒരു പോയിന്റ് പ്രധാനമാണ്. ഇതിന് പര്യാപ്തമായ ഒരു ലാംഗ്വേജ് രൂപപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ ഗുരു ചെയ്തതിൽ ആ ഒരു അംശം ഉണ്ടായിരുന്നു. ഇപ്പോൾ നാരായണ ഗുരുവിൻ്റെ ഇടപെടലുകളിൽ നിലനിൽക്കുന്ന ഒരു വ്യവഹാരത്തോട് സംവാദാത്മകമായി ബന്ധപ്പെട്ട് അതിനുള്ളിൽ തന്നെ തിരുത്തലുകൾ വരുത്താൻ ഉള്ള ഒരു വലിയ ശ്രമം കേരളത്തിൽ നടക്കുകയും അത് വലിയൊരളവ് സക്സസ്ഫുൾ ആവുകയും ചെയ്തു. ഒരു പക്ഷേ ഗുരുവിന് ശേഷം അങ്ങനെ ഒരു നിർണായക ശ്രമം നടന്നിട്ടില്ല. താത്വികമായിട്ട് പലരും പറഞ്ഞിട്ടുണ്ട്, നോക്കൂ തത്വം പറയുന്നത് പോലെ എളുപ്പമല്ല ഈ ഫങ്ഷണലായിട്ട് ഇത് നടത്തിയെടുക്കുക എന്നുള്ളത്. ഇപ്പോൾ ഗുരുവിനേക്കാൾ റാഡിക്കലായിരുന്നല്ലോ അയ്യപ്പൻ മാഷ്. പക്ഷെ അയ്യപ്പൻ മാഷ പൊസിഷൻ്റെ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു എക്സ്ക്ലൂസീവ് സ്പേസിൽ അദ്ദേഹത്തിൻ്റെ അനുയായികൾ പറയുന്ന ആശയം എന്നല്ലാതെ പൊതുസമൂഹത്തെ മാറ്റുന്നില്ലല്ലോ. പൊതുസമൂഹത്തെ മാറ്റിയത് സംശയരഹിതമായിട്ടും ഗുരുവാണ്. അപ്പോൾ ആ നിലയിലുള്ള ഒരു എൻഗേജ്മെൻറ്റ്, ഞാൻ പറയുന്നത് ഗുരുവിൻ്റെ അതേ വഴി ആവർത്തിക്കണം എന്നൊന്നുമല്ല, ആ ഘട്ടത്തിൽ ഗുരു എങ്ങനെയാണോ എൻഗേജ് ചെയ്തത് അത് രണ്ട് രീതിയിലാണ്. ഇപ്പോൾ റെയ്മണ്ട് വില്യംസ് പറയുന്നൊരു കാര്യമുണ്ട്, ഒരാശയം ഡോമിനൻ്റ് ആവണമെങ്കിൽ, ഒരു വീക്ഷണഗതിക്ക് ഡോമിനൻസ് വരണമെങ്കിൽ ആ സമൂഹത്തിലെ റെസിഡ്യുവൽ എന്ന് അദ്ദേഹം പറയുന്ന ആ സമൂഹത്തിൻ്റെ ഭൂതകാല സംസ്കാരത്തിൻ്റെ അവക്ഷിപ്തങ്ങളെ അപ്രോപ്രിയേറ്റ് ചെയ്യാൻ പറ്റണം. അദ്ദേഹം പറയുന്നുണ്ട് റെസിഡ്യുവലിനെ അപ്രോപ്രിയേറ്റ് ചെയ്യാതെ ഡോമിനൻസ് ഉണ്ടാവില്ല. അതുകൊണ്ട് റെസിഡ്യുവൽ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം സമൂഹത്തിൻ്റെ എല്ലാ കീഴ്ത്തലങ്ങളിലേക്കും പ്രസരിച്ച് കയറിയിട്ടുള്ള ഒന്നായിരിക്കും ഈ റെസിഡ്യുവൽ. അവിടേക്ക് ഒറ്റയടിക്ക് ഒരു ഡോമിനൻ്റ് ഐഡിയക്ക് കടക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിനെ കൂടെ കൂട്ടിയിട്ട് ഡോമിനൻസ് നേടുമ്പോൾ മാത്രമാണ് അതിലേക്ക് ഇത് എഴുകി കയറുള്ളൂ, ഉള്ളിലേക്ക് കടന്നു കയറുള്ളൂ. വാസ്തവത്തിൽ ഇന്ത്യയിൽ അതിൽ സാധ്യത ഉണ്ടായിരുന്നൊരു വലിയ സന്ദർഭം ബുദ്ധൻ്റെ പാരമ്പര്യമാണ്. ബൗദ്ധ പാരമ്പര്യം വാസ്തവത്തിൽ ഹിന്ദുത്വത്തോടും അല്ലെങ്കിൽ ഈ പറയുന്ന ബ്രാഹ്മണികമായ ആശയങ്ങളോടുമൊക്കെ ഏറ്റുമുട്ടാൻ പറ്റിയ ഇന്ത്യയുടെ ചരിത്രത്തിൽ അത്ര ആഴത്തിൽ വേരുള്ള ഒരു സാംസ്കാരിക നിക്ഷേപമായിരുന്നു അത്. പക്ഷേ ഇന്ത്യയിലെ സെക്യുലറിസ്റ്റുകൾ ഉപയോഗപ്പെടുത്തിയില്ല. അംബേദ്കർ തന്നെ 50കളുടെ ശേഷമാണല്ലോ, അവസാന ഘട്ടത്തിലാണ് അദ്ദേഹം ബുദ്ധനിലേക്ക് തിരിയുന്നത്. അപ്പോഴേക്കും വാസ്തവത്തിൽ അത് ഏതാണ്ട് ഒരു മൈനർ ട്രഡീഷനായി മാറിയിരുന്നു. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് പറഞ്ഞുകൂടെ, ഇന്ന് പത്രത്തിൽ പുതിയ രാമവിഗ്രഹത്തിൽ ദശാവതാരങ്ങളുടെ പട്ടിക ബലരാമന് പകരം വന്നിട്ടുള്ളത് ബുദ്ധനാണ്. ഇത് മുമ്പേ തുടങ്ങിയ പണിയാണ്, പക്ഷെ ഇന്ന് ബുദ്ധനുണ്ട്. അതുകൊണ്ട് ഈ ശ്രീരാമനിൽ ബുദ്ധനും ഉണ്ടെന്നായിരിക്കും ഇനി പറയാൻ പോകുന്നത്. അല്ലാതെ ഇതിൻ്റെ ഒരു കൗണ്ടർ ട്രഡീഷനായിരുന്നു ബുദ്ധൻ എന്ന ഓർമ്മയും പതുക്കെ പതുക്കെ മാഞ്ഞു പോകുന്നു. ഇപ്പം തന്നെ ബുദ്ധ ജൈന മതങ്ങൾ ഹിന്ദു മതത്തിൻ്റെ തന്നെ വേറൊരു രൂപമാണെന്ന് വാദിക്കപ്പെടുന്നുണ്ട്. അത് കുറേ കൂടി വാദിക്കപ്പെടുകയും ശ്രീരാമൻ ബുദ്ധൻ്റെയും അവതാരമാണ് എന്ന നിലയിലേക്ക് ഒരു ഏകശിലാത്മകമായ ഒരു സെമറ്റിക് ട്രഡീഷനുള്ളൊരു മതയുക്തിയിലേക്ക് ഇത് സംഗ്രഹിക്കപ്പെടുകയും ചെയ്യും. പക്ഷെ ഇങ്ങനെയൊക്കെ ആയാലും ഞാൻ കരുതുന്നത് എങ്ങനെയൊക്കെ ശ്രമിച്ചാലും ഈ വൈവിധ്യങ്ങളെ നമുക്ക് തേച്ചുമാച്ചില്ലാതാക്കാനൊന്നും പറ്റില്ല. കാരണം ഈ വൈവിധ്യങ്ങളുടെ പ്രശ്നം ഇത് ആയിരക്കണക്കിന് വർഷം കൊണ്ട് ചരിത്രത്തിൽ വേര് പിടിച്ചാണ് ഈ വൈവിധ്യങ്ങൾ വന്നത്. അപ്പോൾ പൊളിറ്റിക്കലായൊരു ഡോമിനൻസ് കൊണ്ട് തൽക്കാലത്തേക്കോ അല്ലെങ്കിൽ ഒരു രൂപത്തിൽ ഇതിനെ മർദ്ദിച്ചൊതുക്കാനോ അല്ലെങ്കിൽ ചുരുക്കിക്കളയാനോ കഴിയുമെന്നത് ശരിയാണ്, കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതും ശരിയാണ്. പക്ഷേ അത് എന്നേക്കുമാണ് എന്നൊന്നും നമ്മൾ കരുതേണ്ടതില്ല എന്നാണ് എൻ്റെ ഒരു ബോധ്യം. പിന്നെ ചിലപ്പോൾ കൂടുതൽ വില കൊടുക്കേണ്ടി വരും, കൂടുതൽ പ്രയാസങ്ങളും കഷ്ടതകളും ഒരു ജനത അനുഭവിക്കേണ്ടി വരും എന്നതും ഒരു സാധ്യതയാണ്. പക്ഷേ ഇതുകൊണ്ട് ഇന്ത്യയുടെ വൈവിധ്യങ്ങളെ ആകെ റദ്ദാക്കിയെടുക്കാൻ ഹിന്ദുത്വ ശക്തികൾക്ക് കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ സെക്യുലർ ഫോഴ്സസൊക്കെ കുറെ കൂടി ഈ പറഞ്ഞ പോലെ ഷഫീഖ് ചോദിച്ച ഈ അടിസ്ഥാന ജനതയോട് സംവദിക്കാൻ പര്യാപ്തമായ ഒരു ഭാഷയും പദാവലിയും അതിൻ്റെ ഒരു സാംസ്കാരിക രൂപവും ഒക്കെ കണ്ടെത്തേണ്ടതുണ്ട്. പൊതുവിൽ നമ്മുടെ സെക്യുലർ ഡിസ്കോഴ്സും മോഡേണിറ്റിയുടെ ഒരു ലാർജർ ഫ്രെയിം വർക്കിനകത്ത് യുക്തി, ശാസ്ത്രം തുടങ്ങിയതിനെ കേന്ദ്രീകരിച്ചാണല്ലോ വർക്ക് ചെയ്തത്. ഞാനത് തെറ്റാണെന്ന് പറയല്ല, പക്ഷെ അത് യൂറോപ്പിലൊക്കെ ഫലപ്രദമായതുപോലെ ഇവിടെ ഫലിക്കില്ല. കാരണം യൂറോപ്പിൽ ആധുനികത വന്നത് തന്നെ മധ്യകാലാവശിഷ്ടങ്ങളെ തുടച്ചു മാറ്റിയിട്ടാണ്. ഇവിടെ ആധുനികത വന്നത് മധ്യകാലാവശിഷ്ടങ്ങളുടെ ഉള്ളിലൂടെയാണ്. ആധുനികനായ ഒരാൾക്ക് യാഥാസ്ഥിതികനായിരിക്കാൻ ഇപ്പോഴും ഒരു പ്രയാസവും ഇല്ല.
അപ്പോൾ ആ ഒരു സമൂഹത്തോട് എൻഗേജ് ചെയ്യാൻ നമ്മൾ വേറൊരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. ഈ രാമൻ എന്നുള്ളതിനൊരു പൊളിറ്റിക്കൽ വെപ്പൺ എന്നുള്ള നിലയിൽ ആ നിലക്ക് ഉപയോഗിച്ച് തുടങ്ങിയത് ഒരു പക്ഷേ രഥയാത്രയ്ക്ക് ശേഷമുള്ള ആ ഒരു പീരീഡിലാണ്. അപ്പോൾ രാമൻ എന്നുള്ളതിനെ ആ നിലക്ക് പ്രതിഷ്ഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിന് മുമ്പേ തന്നെ ഇപ്പോൾ ഇന്ത്യയുടെ മറ്റൊരർത്ഥത്തിലുള്ള രാഷ്ട്രീയ പാരമ്പര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിശനാശാലികളായ ഒരു രാഷ്ട്രീയ പ്രയോഗം നടത്തിയിട്ടുള്ള ഒരാളാണ് മഹാത്മാഗാന്ധി. പക്ഷേ ഗാന്ധിയുടെ ആശയസങ്കല്പങ്ങളിൽ എല്ലായിടത്തും രാമനുണ്ട്. അപ്പോൾ ഈ ഗാന്ധിയുടെ രാമനിൽ നിന്ന് സംഘപരിവാറിൻ്റെ രാമനിലേക്ക് എത്തുന്ന സമയത്തുള്ള ആ മേജർ ഡിഫറൻസിനെ മാഷ് എങ്ങനെയായിരിക്കും ഒബ്സർവ് ചെയ്യുന്നത്? ഗാന്ധി അതിൽ വിജയിച്ചു എന്ന് ഞാൻ കരുതണില്ല. ഗാന്ധിയുടെ ധീരമായ ഒരു ശ്രമമായിരുന്നു, പക്ഷെ അദ്ദേഹം വിജയിച്ചോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഗാന്ധി രാമനെ എന്ന് മാത്രമല്ല, രാമനും രാമനിലൂടെ ദൈവവും അതിനെ ഒരു എത്തിക്കൽ ഫോഴ്സാക്കി മാറ്റാനായിരുന്നു ഗാന്ധിയുടെ ശ്രമം. ഗാന്ധിയുടെ മതവും ദൈവവും വാസ്തവത്തിൽ അടിസ്ഥാനപരമായി നൈതികമാണ്. മാനുഷിക നീതിയും മറ്റുള്ളവരെക്കുറിച്ചുള്ള കരുതലും മനുഷ്യവംശത്തോടും പ്രപഞ്ചത്തോടുമുള്ള സ്നേഹവും ഒക്കെ ചേർന്ന ഒരു വലിയ നൈതിക മൂല്യമായിട്ടാണ് ഗാന്ധി മതത്തെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചത്. അതിനുവേണ്ടി പലതരം സ്ട്രാറ്റജികൾ അദ്ദേഹം ഉപയോഗിച്ചു. ചിലതിലൊക്കെ ഭാഗികമായ ചില വിജയങ്ങൾ നേടുകയുണ്ടായി. പക്ഷേ രാമനെ ഒന്നും അദ്ദേഹം ഇപ്പോൾ എൻ്റെ മനസ്സിലെ സത്യബോധമാണ് രാമൻ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ മഹാഭാരതത്തെക്കുറിച്ച് പറയുമ്പോൾ അതൊരു ചരിത്രമൊന്നുമല്ല, അത് ധർമ്മവും അധർമ്മവും തമ്മിലുള്ളൊരു വലിയ സംഘർഷത്തിൻ്റെ പ്രതീകാത്മക വ്യാഖ്യാനാണ് എന്ന് പറയുന്നുണ്ട്. ഗീതയിൽ 2-ാം അധ്യായത്തിൽ 55 ശ്ലോകങ്ങളെ പ്രധാനമായിട്ടുള്ളൂ. അതിൽ പറയുന്ന 2 കാര്യങ്ങൾ, നിഷ്കാമകർമ്മം, സ്ഥിതപ്രജ്ഞത്വം, ഇത് രണ്ടുമാണ് ഗീതയുടെ സന്ദേശം. ബാക്കിയൊക്കെ വിട്ടുകളയാവുന്നതാണ് എന്ന നിലയിൽ ഗാന്ധി പറയുന്നുണ്ട്. പക്ഷേ ഗാന്ധി ഇത് പറഞ്ഞു എന്നുള്ളത് കൊണ്ടൊന്നും ആ നിലയിൽ ഇത് മനസ്സിലാക്കപ്പെട്ടില്ല. ആ ഘട്ടത്തിൽ അങ്ങനെ ചില സ്വാധീനങ്ങൾ അതുണ്ടായി. പക്ഷെ ഞാൻ കരുതുന്നത് ഗാന്ധിയുടെ ശ്രമത്തിന് മറ്റൊരു നിലയിൽ വലിയ പ്രാധാന്യമുണ്ട്. കാരണം 48 ജനുവരി 30 ഗാന്ധി കൊല്ലപ്പെട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന മതരാഷ്ട്രത്തിലേക്ക് 1950-കളിൽ തന്നെ ഇന്ത്യ എത്തുമായിരുന്നു എന്നാണ് അത് സൂക്ഷിച്ചു നോക്കിയ ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം ഡൽഹി, ഗാന്ധിയുടെ വധത്തിൻ്റെ അഭാവത്തിൽ ഡൽഹി ഒരു സുസ്ഥിര മേഖലയായിട്ട് 50-കളെ മറികടക്കുമായിരുന്നില്ല എന്ന കാര്യത്തിൽ എനിക്ക് വ്യക്തിപരമായി സംശയമൊന്നുമില്ല. കാരണം അന്ന് പട്ടാളമോ പോലീസോ നീതിന്യായ സംവിധാനങ്ങളോ ഒന്നുമോ വർഗീയതയുടെ പിടിക്ക് പുറത്തല്ല, എല്ലാം അതിനകത്താണ്. പട്ടാളത്തോട് കലാപം നിയന്ത്രിക്കാൻ, പോലീസിനോട് കലാപം നിയന്ത്രിക്കാനൊക്കെ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഇവരൊക്കെ തന്നെയും ഏറിയും കുറഞ്ഞും വർഗീയമായി വിഭജിക്കപ്പെട്ട നിലയിലായിരുന്നു. ഇതിനെ ചെറുത്തത് വാസ്തവത്തിൽ ഗാന്ധിയുടെ അവസാനത്തെ നിരാഹാരവും ഗാന്ധിയുടെ രക്തസാക്ഷിത്വമാണ്. അതുണ്ടാക്കിയ ഒരു വലിയ സ്വാധീനം, നൈതികമായൊരു ശക്തി കൊണ്ടാണ് വാസ്തവത്തിൽ ഒരു 3-3.5 പതിറ്റാണ്ട് ഈ രാഷ്ട്രം ഇങ്ങനെയൊക്കെ നിലനിന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതേ നിലയിൽ ഗാന്ധിക്ക് ഈ രാമരാജ്യം എന്നുള്ള സങ്കല്പത്തിലോ അല്ലെങ്കിൽ മതത്തെ ഒരു നൈതിക മൂല്യമാക്കുക എന്നതിലോ ഒന്നും ഇടപെടാനും കഴിഞ്ഞില്ല. അതിൽ ഗാന്ധിയുടെ ചില പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ഇപ്പോൾ 20-കളിലും 30-കളിലും ഗാന്ധി കരുതുന്നത് രാഷ്ട്രീയത്തിൽ മതം വേണം എന്നാണ്. മതമെന്ന് ഗാന്ധി പറയുന്നത് നൈതികമായ ആശയമാണ്. പക്ഷെ മതം എന്ന് നാട്ടുകാർ കാണുന്നത് ഈ നൈതിക ആശയമല്ല. അപ്പം നിങ്ങളൊരു കാര്യം പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അതേ ഫലപ്രാപ്തി ഈ ആശയത്തിന് സമൂഹത്തിൽ കിട്ടണമെന്നില്ല. പക്ഷേ ഇത് ഗാന്ധി തിരിച്ചറിയുന്നുണ്ട്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഗാന്ധി 40-കളോടെ ഗാന്ധി പറയാൻ തുടങ്ങി അതൊരാളുടെ വ്യക്തിപരമായ കാര്യമാണ്, രാഷ്ട്രീയത്തിൽ അതിന് യാതൊരു റോളും പാടില്ല. അങ്ങനെ ഖണ്ഡിതമായി പറഞ്ഞ് ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറയുന്നത് ഒരു രാജ്യത്തെ മുഴുവൻ ആളുകളും ഒരു മതത്തിൽപ്പെട്ടവരാണെങ്കിലും രാജ്യത്തിന് മതം പാടില്ല. അത് പറയുന്ന ഒരു നിലയിലേക്ക് ഗാന്ധി എത്തി. ഇപ്പോൾ പലസ്തീൻ പിളർന്ന് ഇസ്രായേൽ ഉണ്ടായപ്പോൾ ആദ്യം എതിർക്കുന്നത് ഗാന്ധിയാണല്ലോ. മതത്തിൻ്റെ പേരിൽ ഒരു രാജ്യം ഉണ്ടായിക്കൂടാന്ന് ഗാന്ധി ഖണ്ഡിതമായി പറയുന്നു. പാകിസ്ഥാൻ എന്നതിനെ പുള്ളി എതിർക്കുന്നതും മതരാഷ്ട്രം എന്ന അർത്ഥത്തിലാണ്. പക്ഷേ അതിനെയൊക്കെ ഒരു ഫോഴ്സുള്ള ഒരു പൊളിറ്റിക്കൽ മൊബിലൈസേഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് വേണ്ട അളവിൽ കഴിഞ്ഞില്ല. ഞാൻ കരുതുന്നത് ഇന്ത്യയുടെ ഒരു രാഷ്ട്ര രൂപീകരണത്തിൽ ഭരണകൂടത്തെ ആദ്യഘട്ടത്തിൽ സെക്യുലറാക്കുന്നതിൽ, അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷണൽ സെക്യുലറിസം ഉറപ്പുവരുത്തുന്നതിൽ കുറേയൊക്കെ നെഹ്റുവിന് വിജയിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ആദ്യ രാഷ്ട്രപതിയായ രാജേന്ദ്രപ്രസാദ് സോമനാഥ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് പോകാൻ ശ്രമിക്കുകയും നെഹ്റു തടയുകയാണ് ചെയ്തത്. ഇപ്പോൾ പ്രധാനമന്ത്രി നേരെ പോയി ഉദ്ഘാടനം ചെയ്യുകയാണ്. അതും പുതിയ ഒരു ക്ഷേത്രം മാത്രമല്ല, മറ്റൊരു മതവിഭാഗത്തിൻ്റെ ആരാധനാലയം തല്ലി തകർത്ത് അത് ഹീനമായ ക്രിമിനൽ കുറ്റകൃത്യമാണെന്നാണ് സുപ്രീം കോടതിയുടെ അവസാന വിധിയിൽ പോലും നമ്മൾ വായിക്കുന്നത്. രാജേന്ദ്രപ്രസാദ് എഴുതിയ ടെക്സ്റ്റ് തന്നെ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും. അതെ. അപ്പം നെഹ്റു എന്ന് എഴുതുന്ന ആ പൊസിഷൻ ഉണ്ടല്ലോ, അല്ല അങ്ങനെ ഒരു സ്റ്റേറ്റിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിമിനെ സെക്യുലറാക്കാൻ നെഹ്റുവിന് വലിയ റോളോളം ആ ഘട്ടത്തിൽ കഴിഞ്ഞു. പക്ഷേ സോഷ്യൽ ഫ്രെയിം സെക്യുലർ ആയില്ല.
സൊസൈറ്റിയെ സെക്കുലറാക്കുക എന്നുള്ളതായിരുന്നു ഗാന്ധി ഏറ്റെടുക്കാൻ ശ്രമിച്ച വലിയൊരു കാര്യം. ഒരളവ് വരെ അദ്ദേഹം വിജയിച്ചു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷേ അതിൽ അദ്ദേഹം എടുത്തൊരു സ്ട്രാറ്റജിയുടെ പ്രാധാന്യത്തെ പിന്നീട് തിരിച്ചറിയാൻ പറ്റിയില്ല. നെഹ്റുവിയൻ ഭരണകൂടവും പിൽക്കാലത്ത് ഇന്ത്യയിലെ എല്ലാ സെക്കുലറിസ്റ്റുകളും പൊതുവേ ചെയ്തത് ഭരണകൂടപരമായ സെക്കുലറിസം കൊണ്ട് സെക്കുലറിസത്തെ സംരക്ഷിക്കാനാണ്. ഗാന്ധിക്കാണ് അതിൽ വ്യത്യസ്ത ബോധം ഉണ്ടായിരുന്നത്. ഭരണകൂടത്തെ കൊണ്ട് മാത്രം സൊസൈറ്റിയുടെ സെക്കുലറിസം സംരക്ഷിക്കാൻ പറ്റില്ല. ജനബോധത്തിൽ ഇത് വേണം, ബോധമണ്ഡലത്തെ മാറ്റണം. അത് ഗാന്ധിക്ക് ശേഷം വേറെ ആരും ഏറ്റെടുത്തതിൻ്റെ ഒരടയാളവും നമ്മൾ കാണുന്നില്ല. ഇപ്പോൾ ലെഫ്റ്റിൻ്റെ സെക്കുലർ ഡിസ്കോഴ്സ് മുഴുവൻ നോക്കിയാൽ പണിക്കർ മാഷ് ഞങ്ങളോട് പറയുമായിരുന്നു, കെ എൻ പണിക്കർ ഞങ്ങളുടെ സർവകലാശാലയിലെ വൈസ് ചാൻസലറായിരുന്നു. അപ്പോൾ മാഷ് പറയും, നമ്മുടെ സെക്കുലർ ഡിസ്കോഴ്സിൻ്റെ കുഴപ്പമെന്താണെന്ന് വെച്ചാൽ മതവിശ്വാസിയായ ഒരാളോട് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് നിങ്ങൾക്ക് കാര്യങ്ങൾ അറിഞ്ഞുകൂടാ, നിങ്ങളുടെ ധാരണയൊക്കെ തെറ്റാണ്, നമ്മൾ കുറച്ച് ക്ലാസ് എടുത്ത് ശരിയാക്കി തരാമെന്നാണ്. അപ്പോൾ മാഷ് പറയണം, അതോടെ അയാൾ പോവുമല്ലോ, അതോടെ അയാൾ പിന്നെ നിങ്ങളെ കേൾക്കാനുള്ള അയാളുടെ ബാധ്യത അവസാനിച്ചല്ലോ, അയാൾ തെറ്റാണെന്നുള്ള ക്ലാസ്സിൽ ഇരുന്ന് തരേണ്ട കാര്യം അയാൾക്കില്ലല്ലോ. അപ്പോൾ ആ ഡയലോഗ് പ്രധാനമാണ്. അത് വാസ്തവത്തിൽ ഗാന്ധിയിൽ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആശീഷ് നന്ദി പറയുന്നുണ്ട്, ഈ ഗാന്ധി എന്ന് പറഞ്ഞാൽ പലതരം ഗാന്ധിമാരാണ്. ഇപ്പോൾ ഗാന്ധിയന്മാരുടെ ഒരു ഗാന്ധിയുണ്ട്, നോട്ടിൽ വരുന്നൊരു ഗാന്ധിയുണ്ട്, ഭരണകൂടം പ്രചരിപ്പിക്കുന്ന ഒരു ഗാന്ധിയുണ്ട്, വളരെ റാഡിക്കലായൊരു ഗാന്ധിയുണ്ട്. ഗോപി എപ്പോഴും പറയും, അവസാന ഘട്ടത്തിലെ ഗാന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചരിത്രത്തിൽ കണ്ട ഗാന്ധിയേ അല്ല. ആ ഗാന്ധിയുടെ ഓർമ്മ ആർക്കുമില്ല. 45 മുതലുള്ള ഗാന്ധി എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റാണ്. ആശീഷ് നന്ദി പറയുന്ന ജനങ്ങളോട്, നാട്ടുമനുഷ്യരോട് താതാത്മ്യപ്പെട്ട ഗാന്ധി എന്ന് ആശീഷ് നന്ദി പറയുന്നുണ്ട്. അതും ഒപ്പം തന്നെ അവസാനത്തെ ഒരു 3 കൊല്ലത്തെ ഗാന്ധി എന്ന് പറയുന്നത് തീർത്തും വ്യത്യസ്തമാണ്. അപ്പോൾ ഗാന്ധിയെ തന്നെ നമ്മൾ ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്തൊരു ശില്പമായിട്ട് കാണരുത്. നമ്മുടെ ഈ ഡിസ്കോഴ്സുകളുടെയൊക്കെ ഒരു വലിയ തകരാറ് എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മുടെ യുക്തിയിലേക്ക് ഇവരെ ഫ്രീസ് ചെയ്യും. ഇപ്പം അംബേദ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഗാന്ധിയെ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്ന ഒരാൾ എന്നങ്ങ് സ്ഥാനപ്പെടുത്തൽ വളരെ എളുപ്പമാണ്. അംബേദ്കർ 4-5 പൊസിഷനുകൾ എടുക്കുന്നുണ്ടല്ലോ. അദ്ദേഹം 20കളിൽ ഒരു പൊസിഷനുണ്ട്, 30കളിൽ വേറുന്നുണ്ട്, വൈസ്രോയി കൗൺസിലിൽ വരുന്നുണ്ട്, ആദ്യത്തെ മന്ത്രിസഭ അംഗമാവുന്നുണ്ട്, ഭരണഘടനാ അസംബ്ലിയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആകുന്നുണ്ട്, ഇതിലൊക്കെ, അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ നേതാവാകുന്നുണ്ട്, പാർട്ടിക്ക് ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടി എന്ന് പേരിടുന്നുണ്ട്. ഇതിലൊക്കെ തന്നെ ചില പരിശ്രമങ്ങളാണ്. അപ്പോൾ ആ വൈവിധ്യത്തെ കാണുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണെന്നാണ് ഞാൻ കരുതുന്നത്. പകരം നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇവരെയൊക്കെ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ഫ്രീസ് ചെയ്തിട്ട് ഇതാണ് ഇവരെന്നങ്ങ് പറയും. അത് നമ്മുടെ ഒരു ആരോപണമാണ്, അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹമാണ്. യാഥാർത്ഥ്യം അതും തമ്മിൽ ബന്ധമൊന്നുമില്ല. അപ്പോൾ ഗാന്ധിയെ സംബന്ധിച്ച് ആലോചിച്ചാലും ഗാന്ധിയുടേത് പരാജയപ്പെട്ടെങ്കിലും ധീരമായൊരു പരീക്ഷണമായിരുന്നു. ഇപ്പോൾ ഖിലാഫത്തിനെ ദേശീയ പ്രസ്ഥാനമായിട്ട് കൂട്ടിയിണക്കിയതായാലും, ഹിന്ദുസ്ഥാനിയെ രാഷ്ട്രഭാഷയാക്കണമെന്ന് വാദിക്കുന്നതായാലും ഒക്കെ ഗാന്ധിയുടെ ഉള്ളിൽ ഈ കൺസേണാണ്, ഹിന്ദു മുസ്ലിം ഐക്യം എന്നുള്ളത്. പക്ഷേ വിജയിച്ചില്ല. ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഇപ്പോഴത്തെ ഈ പ്രോസസ്സ് മുന്നോട്ട് പോകുന്ന സ്ഥലത്തെല്ലാം ഇപ്പോൾ രാമനേക്കാൾ മോദി ഉയർന്നു, എല്ലായിടത്തും എല്ലാ ആ നിലയ്ക്കാണ് പ്ലേസ് ചെയ്യുന്നത്, പത്രങ്ങളിലെ പരസ്യങ്ങളൊക്കെ. ഇതിനകത്ത് ആ പ്രതിഷ്ഠയ്ക്കകത്ത് ഒരർത്ഥത്തിൽ ഒരു രാഷ്ട്രീയം കൂടിയുണ്ട്. അതായത് ഒരു ആധിപത്യത്തിൻ്റെ രാഷ്ട്രീയം അവർ കൃത്യമായി പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. തങ്ങൾ ശത്രുക്കളായി കണക്കാക്കപ്പെടുന്ന ഒരു വിഭാഗത്തിൻ്റെ എക്സിസ്റ്റൻസിനെ ചോദ്യം ചെയ്തുകൊണ്ട്, അവരുടെ മറ്റാശയാടിത്തറ സാംസ്കാരിക പാരമ്പര്യത്തിൽ ഒരു ഉലച്ചിൽ സൃഷ്ടിച്ചുകൊണ്ട് അതിന്മേൽ തങ്ങളുടെ ഒരു ദീർഘകാലത്തെ പ്രൊപ്പഗാൻഡ നടപ്പിലാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു ആധിപത്യ രാഷ്ട്രീയത്തിന്റെ പ്രവണത. ഇതിനകത്തുള്ള ഒരു അഗ്രസീവ്നെസ്സിന് പൊതുസമൂഹത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ സ്വീകാര്യത സമീപകാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് എല്ലായിടത്തും, പ്രത്യേകിച്ച് ഈ വലത് രാഷ്ട്രീയം പല അടരുകളിലൂടെ ഇൻഫിൽട്രേറ്റ് ചെയ്ത് വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ മുമ്പൊക്കെ നമ്മൾ ഇസ്രായേൽ പലസ്തീൻ പ്രശ്നത്തെ നമ്മൾ കാണുന്ന സമയത്ത് വേട്ടയാടപ്പെടുന്ന പലസ്തീനികൾക്കൊപ്പമായിരുന്നു കൂടുതൽ പിന്തുണ കാണുന്നത്. പക്ഷെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന ഇസ്രായേലിന് വേണ്ടിയിട്ടുള്ള പരസ്യ പിന്തുണകൾ വ്യാപകമാവുന്ന ഒരു കാലം കൂടിയാണ്. ഇത് തന്നെയാണ് ഈ ബുൾഡോസർ രാഷ്ട്രീയത്തിൽ ഈ യോഗി അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ തന്നെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കില്ലേ ഒരു പക്ഷേ ഈ മോദിയിൽ ഇതിലൂടെ ഇനി കിട്ടാൻ പോകുന്നത്? നിശ്ചയമായിട്ടും. കാരണം ലോകത്തിലാകമാനം വലതുപക്ഷത്തിൻ്റെ ഒരു അക്രമോത്സുകവും ഹിംസാത്മകവുമായ രീതികൾക്കൊരു മേൽക്കൈ കിട്ടുന്നുണ്ടല്ലോ. എറിയും കുറഞ്ഞും നമ്മൾ ലോകത്തുടനീളം ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വായിച്ച റിപ്പോർട്ടുകളനുസരിച്ച് ട്രംപ് വീണ്ടും സ്ഥാനാർത്ഥിയാവാനുള്ള സാധ്യത നമ്മൾ കാണുന്നു. നോക്കൂ, അവരുടെ രാഷ്ട്രത്തിൻ്റെ ആസ്ഥാനം തല്ലി തകർക്കാൻ ഗൂഢാലോചന നടത്തി എന്നുള്ള കേസിലെ പ്രതിയാണ് അയാൾക്കെതിരെ ലൈംഗിക പീഡനം അടക്കം പല കേസുകളും കോടതിയിലുണ്ട്. അങ്ങനെയുള്ള ഒരാൾ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാഥമിക പരിഗണനയിൽ പരിസരത്ത് പോലും വരാൻ പാടില്ലാത്ത ഒരാളാണ്. പക്ഷേ അയാളൊരു പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റാണ്. മിക്കവാറും അടുത്ത തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ട്രംപ് തന്നെ
വീണ്ടും വരാം. ഇത് നമ്മൾ പലയിടങ്ങളിലും കാണുന്നു. ബോൾസനാരോയെ പോലെ ഒരാളെ കാണുന്നു, എർദോഗാനെ പോലെ ഒരാളെ കാണുന്നു. പല സ്ഥലങ്ങളിൽ ഈ ഒരു തരത്തിലുള്ള വലതുപക്ഷത്തിൻ്റെ ഒരു ഫാഷിസ്റ്റ് പ്രകൃതമുള്ള ഒരു മാസ്കുലിൻ ഹീറോ എന്ന സങ്കല്പം വളരെ ശക്തമായിട്ട് ഉയർന്നു വരുന്നുണ്ട്. അത് പൊതുവിൽ ഫാഷിസത്തിൻ്റെ ഒരു അടയാളവാക്യമാണല്ലോ. ഒരു ബലിഷ്ഠനായ ഒരു മഹാപുരുഷൻ വന്നിട്ട് ബാക്കി എല്ലാത്തിനെയും അമർച്ച ചെയ്യും എന്നത്. അത് നമ്മുടെ രാഷ്ട്രത്തിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനാധിപത്യപരമായൊരു സംവാദത്തിൻ്റെ സ്പേസിനേക്കാൾ ഈ ബലത്തിനോടുള്ള, പൊതുവേ പറഞ്ഞാൽ ഹിറ്റ്ലർക്ക് ഈ സ്വീകാര്യത ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഫാഷിസം ഒരു വിരുദ്ധ പ്രവണതയാണെന്നൊക്കെ കരുതുന്നുണ്ടെങ്കിലും, മനുഷ്യവിരുദ്ധ പ്രവണതയായിരുന്നു എന്ന് കരുതുന്നെങ്കിലും, അക്കാലത്ത് ജർമ്മനിയിൽ വലിയ പിന്തുണയാണ്. മുസോളിനിക്കൊക്കെ ഭീമാകാരമായ പിന്തുണ അവിടെ ഉണ്ട്. അത് നമ്മൾ കാണാതിരിക്കേണ്ട കാര്യമില്ല. അതായത് ഈ ജനക്കൂട്ടത്തെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി ഇപ്പം അംബേദ്കർ ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ടല്ലോ, അതായത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒരു അടിസ്ഥാന സ്വഭാവം പൊളിറ്റിക്കൽ മെജോറിറ്റിയെ കമ്മ്യൂണൽ മെജോറിറ്റി അട്ടിമറിക്കുക എന്നുള്ളതാണ്. ഇത് അദ്ദേഹം ആദ്യം നൽകുന്നൊരു താക്കീതാണ്. അതിനെ ചെറുക്കാൻ പല നിർദ്ദേശങ്ങളും അംബേദ്കർ പറയുന്നുണ്ട്. ഇന്ത്യൻ പാർലമെൻറ്റിൽ അംഗങ്ങളാവാവുന്ന സവർണ മേൽജാതി ഹിന്ദുക്കളുടെ എണ്ണം മുൻകൂറായി ഫിക്സ് ചെയ്യണം എന്നൊക്കെ വരെ അംബേദ്കർ വാദിക്കുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ ഈ മെജോറിറ്റി എന്നുള്ള സങ്കല്പത്തെ ഉപയോഗിച്ച് തന്നെ ഇന്ത്യയിൽ ഫാഷിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ വർഗീയതയ്ക്ക് അധികാരം പിടിക്കാൻ പറ്റുന്ന അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു. അതൊക്കെ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടേയിരിക്കുന്നു. അതായത് ജനാധിപത്യം ഒരു ഭൂരിപക്ഷ ഹിതം മാത്രമാണെന്ന് കരുതിയാൽ അതിൽ നിന്ന് ഫാഷിസത്തിലേക്ക് ഒരകലവും ഇല്ല. അപ്പോൾ അത് മാറ്റിയെടുക്കുക എന്ന് പറയണമെങ്കിൽ ഒരു ഇൻറ്റേർണൽ ഡെമോക്രസി ഒരു സൊസൈറ്റിക്ക് അകത്ത് ശക്തിപ്പെടുത്തണം. അത് ജനാധിപത്യം എന്ന് പറയുന്നത് ഈ വ്യത്യസ്തതകളെ നിലനിർത്തലാണ് എന്ന ധാരണയിലേക്ക് അതെത്തണം. അത് ഇപ്പോഴൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. നെഹ്റുവിയനായൊരു ഘട്ടത്തിലുണ്ടായിരുന്നു എന്നല്ലാതെ ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ തന്നെ ഈ വ്യത്യസ്തതകളെ നിലനിർത്തുക, അതിനു വേണ്ടിയുള്ളൊരു ബോധപൂർവമായ ഇനിഷ്യേറ്റീവ് എടുക്കുക എന്നുള്ളത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ നിന്ന് പോയി. അപ്പോൾ അതിൻ്റെ അവസാനത്തെ ഗുണഭോക്താക്കളായിട്ട് ഇവർ മാറുകയും ചെയ്തു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ, നേരത്തെ ഞാൻ പറഞ്ഞില്ല, ഇവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അത് ഒട്ടും പൊളിറ്റിക്കലല്ല. അത് സംസ്കാരത്തിലും ചരിത്രത്തിലുമാണ് അതിൻ്റെ വേര്. അപ്പോൾ ഈ അല്ലാതെ ഇപ്പോൾ ഹിന്ദു മഹാസഭയോ RSS അല്ലെങ്കിൽ BJP ജനസംഘമോ പോലുള്ള പലതരം സംഘടനാ രൂപങ്ങളാണ് ഹിന്ദുത്വം എന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല. ആ സംഘടനാ രൂപങ്ങൾക്കെല്ലാം മുൻപേ ഭൂതകാലത്തെക്കുറിച്ചുള്ളൊരു വീക്ഷണഗതിയുണ്ട്. ആ വീക്ഷണഗതിയുടെ ആവിഷ്കാരങ്ങളാണ് പല രൂപത്തിൽ നമ്മൾ കാണുന്നത്. ആ വീക്ഷണഗതിയെ സ്പർശിക്കാതെ നിങ്ങൾക്ക് ഹിന്ദുത്വത്തെ വെല്ലുവിളിക്കാൻ പറ്റില്ല. ഇതെന്ത് പറ്റുമെന്ന് വെച്ചാൽ ഏറ്റവും ഔട്ടർ ലെയർ മാനിഫെസ്റ്റേഷനാണ് ഈ പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. അതിനോട് യുദ്ധം ചെയ്യുക, അതിനെ സാധ്യമാക്കുന്ന സാംസ്കാരിക ചരിത്ര ഭൂതകാലത്തെ ഒരു ഒലച്ചിലും ഇല്ലാതെ നിലനിർത്തുകയും ചെയ്യുക. ഈ സമരം എവിടെ എത്തില്ല. നോക്കൂ, അതുകൊണ്ടാണ് രാഷ്ട്രീയമായി തോറ്റാലും ഹിന്ദുത്വം തോക്കില്ല. ഓർക്കണ്ടോ, 84 BJPക്ക് 2 സീറ്റാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. 84 2 സീറ്റാണ്. വാജ്പേയി ഉണ്ട്, മുരളി മനോഹർ ജോഷിയുണ്ട്, വേറെ ആരുമില്ല. അവിടെ നിന്ന് നമ്മളിപ്പോൾ കാണുന്ന 3-2 ഭൂരിപക്ഷത്തിലേക്ക് 30 കൊല്ലേ വേണ്ടി വന്നുള്ളൂ. കാരണം ഈ 2 സീറ്റുള്ളപ്പോഴും മറ്റതവിടെയുണ്ട്. അതിനെ അപ്രോപ്രിയേറ്റ് ചെയ്ത് വേറെ ചിലർ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതില്ലാണ്ടാകുന്നില്ല. അതില്ലാണ്ടാക്കാൻ ശ്രമിച്ച ഒരാളായിരുന്നു ഗാന്ധി. ഈ ഗാന്ധിയോടുള്ള അവരുടെ ശത്രുതയുടെ കാതലതാണ്. കാരണം ഹിന്ദുത്വത്തിന് ഉപയോഗിക്കാൻ പാകത്തിനുള്ളൊരു ഭൂതകാലത്തെ ഗാന്ധി പൊളിക്കുന്നുണ്ട്. അത് ഗാന്ധിക്ക് ശേഷം ആരും ഏറ്റെടുത്തുമില്ല. ഗാന്ധി ചെയ്തതിനെ തന്നെ പൊതുവെ സെക്യുലറിസ്റ്റുകൾ പരിഹാസപൂർവ്വം കാണുകയും ചെയ്തു. ഇതൊക്കെ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വന്ന ഈ ലെനിൻ പറയുന്നുണ്ട്, മാർക്സിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ലെനിൻ്റെ ശതാബ്ദിയും കൂടിയാണല്ലോ, ചരമശതാബ്ദി. ലെനിൻ പറയുന്നുണ്ട്, സമൂർത്ത സാഹചര്യങ്ങളെ സമൂർത്തമായി മനസ്സിലാക്കലാണ് മാർക്സിസം. ഈ സമൂർത്തത എന്ന് മൂപ്പര് 2 പ്രാവശ്യം ഉപയോഗിക്കുന്നുണ്ട്. അത് സാഹചര്യവുമുണ്ട്, നിങ്ങളുടെ മനസ്സിലാക്കലുമുണ്ട്. അല്ലാതെ നമ്മുടെ ഇച്ഛകളെയും നമ്മുടെ താർക്കിക യുക്തികളെയും ചരിത്രത്തിൽ അങ്ങോട്ട് ആരോപിച്ച് അതിനെ വിശദീകരിച്ചാൽ നിങ്ങൾക്ക് പരമാവധി ഒരു നല്ല സെമിനാർ പ്രബന്ധം അവതരിപ്പിക്കാൻ പറ്റും എന്നത് ശരിയാണെന്നല്ലാതെ അതൊന്നും ലോകത്ത് ഫങ്ഷൻ ചെയ്യില്ല. അതുകൊണ്ട് ഈ പണ്ഡിതന്മാർ പറഞ്ഞതൊന്നും ലോകം കേൾക്കാത്തത്. നമ്മുടെ സെക്യുലർ മൂവ്മെൻറ്റിന് പോലും സംഭവിക്കുന്ന ഒരു കുഴപ്പം ഈ പണ്ഡിതന്മാരാണ് ശരിയെന്ന് കരുതുകയും ഈ ഗ്രൗണ്ട് അവരുടെ
കൺസേൺ അല്ലാണ്ടാവുകയും ചെയ്തു. ആ ഒരു പ്രശ്നം ഇന്ത്യയുടെ പൊളിറ്റിക്കൽ എക്സ്പെരിമെന്റുകളിൽ സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ ലെഫ്റ്റ് എല്ലാ കാലത്തും നേരിടുന്ന വിമർശനം കാസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വേണ്ട രീതിയിൽ അഡ്രസ് ചെയ്ത് സംഭവിച്ച പരാജയങ്ങളെ കുറിച്ച് കേൾക്കുന്നുണ്ട്. അത് കോൺഗ്രസിന്റെ ഭാഗത്താണെങ്കിലും ഇപ്പോൾ ഈ മണ്ഡൽ പ്രക്ഷോഭങ്ങളുടെ കാലത്ത് കോൺഗ്രസിന് എങ്ങനെയാണ് ഇന്ത്യയിൽ ഉയർന്നു വന്ന ജാതി സ്വത്ത് മുന്നേറ്റങ്ങളുടെ രാഷ്ട്രീയത്തെയും അവരുടെ ഡിമാൻഡ്സിനെയും തിരിച്ചറിയുന്നതിൽ കോൺഗ്രസ് ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ ആ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയിൽ 2010 ശേഷം ഇങ്ങോട്ട് സംഘപരിവാർ ആ നിലയ്ക്ക് വലിയ വിജയം നേടുന്നത് കാണുന്നുണ്ട്. ഇപ്പോൾ അതിനകത്ത് അവരുടെ റെപ്രസെൻറ്റേഷനിൽ പോലും ഗോത്ര വിഭാഗങ്ങളെ ദളിത് വിഭാഗങ്ങളിലേക്ക് അപ്രോപ്രിയേറ്റ് ചെയ്ത് നിലനിർത്താൻ കഴിയുന്നു. മാഷ് നേരത്തെ സൂചിപ്പിച്ചപ്പോൾ ബുദ്ധൻ അടക്കം അവരുടെ ഭാഗമായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. അപ്പോൾ അത് സത്യത്തിൽ ഈ മറ്റ് നമ്മുടെ ഇന്ന് പ്രതിപക്ഷ സ്ഥലത്തുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ ധാരകൾക്ക് സംഭവിച്ച ഒരു കാഴ്ചപ്പാടിലെ പ്രശ്നം തന്നെ ആ ദൗർബല്യമുണ്ട്, സംശയമൊന്നുമില്ല. അതായത് ഇപ്പം നോക്കൂ, എന്തൊരു വിചിത്രമായ സ്ഥിതിയാണ്. ഇന്ത്യയിലെ ബ്രാഹ്മണ്യത്തിൻ്റെയും അക്രമോത്സുകമായ ഹിന്ദുത്വത്തിൻ്റെയും പ്രതിനിധികളാണ് ഈ അക്രമത്തിനിരയായ മനുഷ്യരുടെ രക്ഷകർത്താക്കളായി ഇപ്പം മാറുന്നത്. ഇന്നിപ്പോൾ ഇന്ത്യയിൽ OBC SC വിഭാഗങ്ങളുടെയൊക്കെ വലിയ റെപ്രസെൻറ്റേഷൻ തങ്ങൾക്കാണെന്ന് അവർ അവകാശപ്പെടുന്നു. കണക്ക് നോക്കുമ്പോൾ അതിലൊരു വസ്തുതയുമുണ്ട്. വലിയ വിഭാഗം ഈ അവർ മർദ്ദിച്ചൊതുക്കുന്ന ബ്രാഹ്മണ്യം മർദ്ദിച്ചൊതുക്കിയ വിഭാഗങ്ങളാണ് ഹിന്ദുത്വത്തിൻ്റെ അക്കൗണ്ടിൽ ഇന്ന് വലിയ തോതിൽ കടന്നു കയറി അല്ലെങ്കിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. എങ്ങനെ സംഭവിക്കുന്നു എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിൽ ഈ പറയുന്നത് പോലെ ജാതി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജാതിയുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയിലെ ബ്രാഹ്മണ്യം നിലനിൽക്കുന്നത്. അല്ലാതെ ബ്രാഹ്മണ്യത്തെയും ജാതിയെയും രണ്ട് ഘടനകളായി കാണുന്നത് വസ്തുതാപരമായി ശരിയല്ല. അതേസമയം ഇത് രണ്ടും ഒന്നാണെന്ന് കണ്ടാലും പറ്റില്ല. ഇതിപ്പോൾ ജാതി മാത്രം മതി, ജാതി പ്രശ്നം മാത്രം മതി, മറ്റൊരു പ്രശ്നവും വേണ്ട എന്ന യുക്തിയും മറ്റതുപോലെ തന്നെ നിരർത്ഥകമാണ്. കാരണം ഇത് ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോൾ കൊസാംബിയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ജാതിയെ സൂക്ഷ്മമായി മനസ്സിലാക്കുന്നതിൽ വിശദീകരിക്കുന്നതിൽ ഏറ്റവും ഫലപ്രദമായ ഒരു നിരീക്ഷണം അദ്ദേഹം സാന്ദർഭികമായിട്ട് ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. അതായത് ഏറ്റവും കുറഞ്ഞ ബലപ്രയോഗത്തിലൂടെ മിച്ച അധ്വാനത്തെ ചൂഷണം ചെയ്യുന്നതിന് സഹായകമായിട്ടുള്ള മതപരമായൊരു പ്രത്യയശാസ്ത്ര വ്യവഹാരമായിട്ടാണ് കൊസാംബി ജാതിയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അതിൽ ഒരു ഭാഗത്ത് മതാത്മകതയുണ്ട്, ഒരു ഭാഗത്ത് ഐഡിയോളജിക്കലായൊരു തലമുണ്ട്, മൂന്നാമതൊരു ഭാഗത്ത് ഈ മിച്ചാധ്വാനത്തിൻ്റെ ചൂഷണം, മിച്ചമൂല്യത്തിൻ്റെ കവർന്നെടുക്കൽ എന്നാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ദാറ്റ് മീൻസ് ഇത് കലർന്നു നിൽക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള കോമ്പിനേഷൻ. അത് മനസ്സിലാകാൻ ഒരു പക്ഷേ സംസ്കാരം എങ്ങനെയാണ് ക്ലാസ് ഫോർമേഷനിൽ പ്രവർത്തിക്കുന്നതെന്ന് E.P. തോംസനെ പോലുള്ള ഒരു ഇംഗ്ലണ്ടിൻ്റെ കോണ്ടെക്സ്റ്റിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മുടെ ആലോചനകളിൽ വന്നില്ല. ഇവിടെ മറിച്ചൊരു ക്ലാസിക്കൽ ഫ്രെയിം വർക്കിൽ വെച്ച് ജാതി എന്ന് പറയുന്നത് ഒരു ഭൂതകാലത്തിൻ്റെ അവശിഷ്ട രൂപമാണ് നിശ്ചയമായിട്ടും. പക്ഷെ അത് ഭൂതകാലത്തിൽ അവസാനിക്കില്ല. ഭൂതകാലത്തിൻ്റെ അവശിഷ്ടമാണെന്നുള്ളതുകൊണ്ട് ഭൂതകാലം മാറുമ്പോൾ അതും മാറിപ്പോകുന്നില്ല, അത് തുടരുകയാണ് ചെയ്തത്. അതിനെ അപ്രോപ്രിയേറ്റ് ചെയ്ത് ഹിന്ദു ഐഡൻറ്റിറ്റിയുമായി ലയിപ്പിക്കുന്നതിൽ ഹിന്ദുത്വം ഭീമാകാരമായ വിജയം നേടി. വാസ്തവത്തിൽ അത് ലയിക്കേണ്ടിയിരുന്നത് ഒരു അധ്വാനിക്കുന്ന മനുഷ്യരുടെ ഐഡൻറ്റിറ്റിയോടാണ്. കാരണം ഇന്ത്യയിലെ ജാതി എന്ന് പറയുന്നത് അധ്വാനിക്കുന്ന മനുഷ്യരെ തരംതിരിച്ച് അവരുടെ അധ്വാനത്തെ ചൂഷണം ചെയ്യുന്ന ഒരു സോഷ്യൽ കാറ്റഗറിയാണല്ലോ ജാതി. അതുകൊണ്ട് ആരോടാണോ യഥാർത്ഥത്തിൽ ചേരേണ്ടത് അവർക്കെതിരെയുള്ള ഒരു ഐക്യത്തിലേക്ക് ജാതിയെ കൊണ്ടുപോകാൻ ഹിന്ദുത്വത്തിന് കഴിഞ്ഞു. അത് ജാതി എന്നുള്ളൊരു കാറ്റഗറിയെ മനസ്സിലാക്കുന്നതിലും അതിനെ ഫലപ്രദമായൊരു സമരതന്ത്രമാക്കി മാറ്റുന്നതിലും ഉണ്ടായ പരിമിതിയാണ്. അതിൽ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ, ജാതി വർഗനിരപേക്ഷവും സാമ്പത്തികമായ ഘടനകളൊന്നും ഇല്ലാത്തൊരു കേവല സ്വത്വമാണ് എന്ന വാദത്തിൽ ഒരർത്ഥമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഒരു സോഷ്യൽ ക്ലാസിൻ്റെ എല്ലാ ഡയമെൻഷനുകൾക്കും പുറത്ത് ജാതിയിലൂടെ മാത്രം ഇന്ത്യൻ സമൂഹത്തെ മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പം നമ്മളുടെ സമൂർത്തത എന്ന് പറയുന്നതിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ഇതൊരു മേജർ കമ്പോണൻ്റാണ്. അതിനെ ഒരു ഘടകം കൊണ്ട് വിശദീകരിക്കുന്നു. ഇപ്പോൾ ഫെമിനിസ്റ്റുകളൊക്കെ പറയുന്ന ഇൻ്റർസെക്ഷണാലിറ്റി എന്ന് പറയുന്ന ആശയമുണ്ടല്ലോ, അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കാര്യങ്ങളെ മനസ്സിലാക്കാൻ. അത് പക്ഷെ പലപ്പോഴും ഉണ്ടായില്ല. ഇത് പലപാട് വിശദീകരിച്ച് കഴിഞ്ഞു. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഒരു ചരിത്രത്തിൽ ഇതൊന്നും ആവർത്തിക്കാൻ പറ്റില്ല. നമുക്ക് സിദ്ധാന്തങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് പലതും പറയാം. ഹിസ്റ്റോറിക്കലായൊരു മൊമെൻറ്റിൽ നിങ്ങൾ ഇടപെട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പരമാവധി ഒരു പ്രമേയം പാസ്സാക്കാനേ പറ്റും. അതൊന്നും ചരിത്രത്തിൽ പ്രവർത്തിക്കില്ല. റിയാലിറ്റി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞൊരു 30 കൊല്ലം കൊണ്ട് അല്ലെങ്കിൽ 50 കൊല്ലം കൊണ്ട് 70-കൾ മുതൽ ഈ ഷിഫ്റ്റ് രൂപപ്പെട്ടു. ആ ഷിഫ്റ്റിൻ്റെ ഗതിയെ മനസ്സിലാക്കാനോ അതിനെ തിരുത്താനോ ഈ ഘട്ടം വരെ കഴിഞ്ഞില്ല. കോൺഗ്രസ് ഇപ്പോഴും സോഫ്റ്റ് ഹിന്ദുത്വം കൊണ്ട് എന്തോ ചെയ്യാൻ കഴിയുമെന്ന് കരുതിയിട്ട് ഇങ്ങനെ വേഷം കെട്ടി നടക്കുന്നു. എന്ത് ചെയ്യാനാണ്? നോക്കൂ, 40% വോട്ട് വാസ്തവത്തിൽ ഈ സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും ഉണ്ട്.
ഈ മധ്യപ്രദേശിലായാലും രാജസ്ഥാനിലായാലും ഒക്കെ അവർക്ക് 38, 39, 40% വോട്ടുണ്ട്. പ്രായോഗികമായൊരു ഐക്യമുന്നണി ഉണ്ടാക്കി കുറച്ചുകൂടി അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും. അതിനുള്ള ഒരു വിവേകം പോലും വാസ്തവത്തിൽ കാണിക്കാതിരുന്നു എന്നുള്ളത് വലിയ. കോൺഗ്രസിൻ്റെ ആ പൊസിഷനുമായി ബന്ധപ്പെട്ട് പലതരം അഭിപ്രായങ്ങൾ പറയുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളിപ്പോൾ യൂണിഫോം സിവിൽ കോഡിൻ്റെ വിഷയം വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അയോധ്യയിലെ ക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിലേക്കുള്ള ക്ഷണത്തിൻ്റെ സമയത്തൊക്കെ തന്നെ ലെഫ്റ്റ് അവിടെ ഒരു അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം സ്റ്റാൻഡ് എടുക്കുന്നു ആദ്യഘട്ടത്തിൽ തന്നെ. പക്ഷേ കോൺഗ്രസ് എപ്പോഴും അതിനകത്തൊരു മോഡറേറ്റ് പൊസിഷൻ മാത്രമേ എടുക്കുന്നുള്ളൂ. പക്ഷേ ഇന്ത്യ മുന്നണിയിൽ തന്നെയുള്ള പ്രധാനപ്പെട്ട ചില ലീഡേഴ്സ് കോൺഗ്രസിൻ്റെ ആ പൊസിഷനാണ് ശരിയെന്ന് പറയുന്നവരുണ്ട്. കാരണം അതൊരു ഈ ഭൂരിപക്ഷത്തിൻ്റെ താല്പര്യങ്ങളെ ഹനിക്കാത്ത സോഫ്റ്റായ ഒരു സമീപനം വേണമെന്ന് പറയുന്ന ആ സമീപനത്തിൽ പ്രശ്നമുണ്ട് തന്നെയാണ് മാഷ് പറയുന്നത്. ഉണ്ട്. കാരണം ഭൂരിപക്ഷത്തിൻ്റെ താല്പര്യം എന്ന് പറയുന്നത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ താല്പര്യവുമായി നമ്മൾ ഇക്വേറ്റ് ചെയ്തുകൂടാ. ഞാൻ ദൈവവിശ്വാസിയല്ല, പക്ഷെ മനുഷ്യരുടെ ദൈവവിശ്വാസത്തെയോ മതബോധത്തെയോ നേരെ അറ്റാക്ക് ചെയ്യലാണ് ഇപ്പോഴത്തെ പ്രധാന പരിപാടി എന്ന് ഞാൻ ഒരിക്കലും കരുതുന്നുമില്ല. അതായത് ഭൂരിപക്ഷ ബോധം എന്ന് പറയുന്നത് എന്താണ്? ആ ഭൂരിപക്ഷ ബോധത്തെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ യുക്തിക്ക് പുറത്തേക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് കൊണ്ടുവരാൻ പറ്റുക? ഇതാലോചിക്കണമല്ലോ. അല്ലാതെ ഭൂരിപക്ഷ ബോധം ഹിന്ദുത്വ രാഷ്ട്രീയം ഹൈജാക്ക് ചെയ്താൽ പിന്നെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിലേക്ക് നിങ്ങളും കൂടി ചേർന്ന് നിൽക്കാം എന്നത് ഒരു പൊളിറ്റിക്കൽ പൊസിഷനേ അല്ല. അത് സമ്പൂർണ്ണമായി ഹിന്ദുത്വത്തിന് കീഴ്പ്പെടലാണ്. വാസ്തവത്തിൽ ചെയ്യേണ്ടത് ഈ ഭൂരിപക്ഷത്തിൻ്റെ ഒരു സാംസ്കാരിക ഭൂതകാലത്തെ ഹിന്ദുത്വം ഹൈജാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഹൈജാക്കിനോട് ഏറ്റുമുട്ടുകയാണ് വേണ്ടത്. ആ ഹൈജാക്കിനോട് ഏറ്റുമുട്ടുന്നതിന് പകരം അതിനോട് ചേർന്ന് നിന്നിട്ട് അവരുടെ കുറച്ചോട്ടും കൂടി നിങ്ങൾക്ക് കിട്ടും. വാസ്തവത്തിൽ ഇത് എവിടെ നിന്നാണ് തുടങ്ങുന്നത്? 86 രാമക്ഷേത്രം, ഈ ബാബറി മസ്ജിദ് രാമാരാധനയ്ക്ക് തുറന്നു കൊടുക്കുന്നത് മുതലാണല്ലോ ഈ പ്രശ്നം വീണ്ടും വരുന്നത്. 49 അടഞ്ഞിട്ട് 86 വരെ ഇത് അടഞ്ഞു കിടക്കുകയാണ്. 40 കൊല്ലം ഇത് അടഞ്ഞു കിടക്കുകയായിരുന്നു. ഈ അടഞ്ഞു കിടന്ന സാധനത്തെ കുടം തുറന്ന് വിട്ടത് ഷബാനു കേസിൻ്റെ കൗണ്ടർ എഫക്റ്റ് എന്നുള്ള നിലയിൽ രാജീവ് ഗാന്ധി നടത്തിയ നീക്കമാണ്. 92 ഇത് തകർന്നതും അങ്ങനെ തന്നെയാണല്ലോ. തകർക്കാൻ അനുവാദം കൊടുത്തത് കൊണ്ടാണല്ലോ തകർന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ പട്ടാള രംഗത്തുണ്ടെങ്കിൽ ഒരു ആൾക്കൂട്ടത്തിനും ഇന്ത്യയിൽ ഒരു സംഗതിയും തകർക്കാൻ പറ്റില്ല. 92 ഡിസംബർ 6 പട്ടാളം രംഗത്തുണ്ടെങ്കിൽ ബാബറി മസ്ജിദ് തകരില്ല. അപ്പം അതിനോട് പുലർത്തിയ മൗനാനുവാദം അത് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാം എന്ന ഒരു പ്രതീക്ഷ ഇപ്പം മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പ് അടക്കലും പറയുകയല്ലേ, ഞങ്ങളാണ് തുറന്നു കൊടുത്തത്, അതുകൊണ്ട് കുറച്ചോട്ട് ഞങ്ങൾക്കും വേണമെന്നാണല്ലോ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെയുള്ള ഒത്തുതീർപ്പുകൾ കൊണ്ട് നിങ്ങൾ എവിടെ എത്താൻ പോകുന്നില്ല. ഞാൻ പറയണത് ഗാന്ധിയെക്കുറിച്ച് എഴുതുമ്പോൾ ഇർഫാൻ ഹബീബ് പറയുന്നൊരു മനോഹരമായ വാക്യമുണ്ട്. എനിക്കത് ഹൃദയത്തിൽ തട്ടിയൊരു വാക്യം. അത് അദ്ദേഹം പറയുന്നത് ഗാന്ധി പഠിപ്പിച്ച ഒരു പാഠം എന്താണെന്ന് വെച്ചാൽ നിർണായകമായ നിമിഷങ്ങളിൽ, സന്ദർഭങ്ങളിൽ, അടിസ്ഥാന മൂല്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. അങ്ങനെ വിട്ടുവീഴ്ച ചെയ്ത് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റില്ല. ആ വിട്ടുവീഴ്ചകളൊക്കെ ശത്രുവിന് മാത്രമേ ഗുണം ചെയ്യുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എത്ര പരാജയത്തിലാണെങ്കിലും അടിസ്ഥാന മൂല്യങ്ങളിൽ ആ സമയത്ത് കോംപ്രമൈസ് ചെയ്യരുത്. ഗാന്ധിയുടെ ആ നിലനിൽപ്പാണ് ഇന്ത്യയെ രക്ഷിച്ചത്. ഞാൻ അങ്ങനെയാണ് കരുതുന്നത്. ഗാന്ധിക്ക് വേണമെങ്കിൽ പറയാം വിഭജനം കലാപമാവാൻ പോവാണ്, രക്തച്ചൊരിച്ചിലാവുമെന്ന് ഞാൻ മുമ്പേ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് ഗാന്ധിജിക്ക് വളരെ ഈസി ആയിട്ട് എവിടെയെങ്കിലും ശാന്തമായിട്ടിരിക്കാം. താൻ പറഞ്ഞത് കേൾക്കാത്തതിൻ്റെ അനന്തരഫലമാണെന്ന് പറഞ്ഞാൽ ആരും ഗാന്ധിയെ പഴിക്കുകയില്ല. പക്ഷെ മൂപ്പര് അതിനല്ല ആ സമയത്ത് ശ്രമിച്ചത്. അതെല്ലാം മാറ്റി വെച്ചിട്ടുള്ള ആ നിൽപ്പുണ്ടല്ലോ, ആ നിൽപ്പാണ് 4 പതിറ്റാണ്ടെങ്കിലും ഇന്ത്യയെ നിലനിർത്തിയതെന്ന് ഞാൻ കരുതുന്നു. ഗോപി മനോഹരായൊരു മെറ്റഫറിൽ പറയും, ഒരു രക്തരക്ഷസിൻ്റെ വായിൽ നിന്നൊരു പിഞ്ചു കുഞ്ഞിനെ രക്ഷിച്ചെടുക്കുന്നത് പോലെയാണ് ഈ സ്വതന്ത്ര ഇന്ത്യയെ ഗാന്ധി വർഗീയതയുടെ പിടിയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത്. അത് അസല് മെറ്റഫറാണ്. അത് അങ്ങനെ ആയതുകൊണ്ട് അത് നിന്നു. ഞാൻ പറയണത് അത് ഒത്തുതീർപ്പുകൾ വേണ്ടി വരും. അത് ജനങ്ങളോടാണ്. ജനങ്ങളുടെ ബോധ്യങ്ങളോട് നമ്മൾ എൻഗേജ് ചെയ്യേണ്ടി വരും, അതിനോട് സംവദിക്കേണ്ടി വരും, അവരെ വിശ്വാസത്തിലെടുക്കേണ്ടി വരും. അതിനു പകരം ഇതിനെ അപ്രോപ്രിയേറ്റ് ചെയ്യുന്ന അപ്പുറത്തെ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ നമ്മൾ ആശ്രയിച്ചുകൂടാ. നമ്മുടെ പൊളിറ്റിക്കൽ പൊസിഷനിൽ തന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ജനങ്ങളുടെ ബോധത്തിൻ്റെ ഉടമാവകാശം ഹിന്ദുത്വത്തിന് കൊടുക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മഹാഭാരതം രാമായണം ഇവരുടെയാണെന്ന് മാത്രം വകവെച്ച് കൊടുക്കരുത്. അതിൽ മാപ്പിള രാമായണം അടക്കമുണ്ട്, അതിൽ കമ്പരാമായണമുണ്ട്, രാവണൻ്റെ മകളായിട്ട് വരുന്ന സീതയുമുണ്ട്. ആ വൈവിധ്യങ്ങളെ മുഴുവൻ നമ്മൾ തമസ്കരിച്ചിട്ട് ഇത് മുഴുവൻ അവർക്ക് കൈമാറിയാൽ ഈ ടെക്സ്റ്റ് അല്ല പോണത്. നോക്കൂ, ഇതൊന്നും ടെക്സ്റ്റ് അല്ല, ഇതെല്ലാം ലിവിങ് ട്രഡീഷൻസാണ്. ഈ ട്രഡീഷൻസിനെ മുഴുവൻ നിങ്ങൾ അപ്പുറത്ത് കൈമാറി കൊടുത്തിട്ട് പിന്നെ നിങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ട്രഡീഷനോട് എൻഗേജ് ചെയ്യുക, അതിനെ അപ്രോപ്രിയേറ്റ് ചെയ്യുന്ന അവരോട് ഏറ്റുമുട്ടുക. ഈ ഡബിൾ സ്ട്രാറ്റജി നമ്മൾ സ്വീകരിക്കണം. കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്, പക്ഷേ പ്രയാസമില്ലാതെ നമുക്കിത് ചെയ്യാൻ പറ്റില്ലല്ലോ, എളുപ്പമൊന്നുമില്ല. പക്ഷേ ഇർഫാൻ ഹബീബിനെ സൂചിപ്പിച്ചുകൊണ്ട് അവസാനമായിട്ടൊരു ചോദ്യം കൂടെ. ഇപ്പോൾ ഉള്ള ഈ ഡിസ്കഷൻസിൽ നമ്മൾ കാണുന്നൊരു കാര്യം, ധാരാളം ബ്യൂറോക്രാറ്റുകളും അക്കാഡമിക്
പൊളിറ്റീഷ്യൻസും ഒക്കെ തന്നെ ഈ റൈറ്റ് വിങ് നറേറ്റീവുകൾക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ പ്രചരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം യാഥാർത്ഥ്യം മറ്റൊന്നാണ്. ഇവിടെയുള്ള ലെഫ്റ്റ് ഹിസ്റ്റോറിയൻസ് മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയിരിക്കുകയാണ് അയോധ്യയിൽ എന്നാണ് പറയുന്നത്. അത് ഇർഫാൻ ഹബീബിനെയും റംല അഥാപ്പറിനെയൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ആ ഒരു പരിപ്രേക്ഷ്യം വരുന്നത്. എന്താ ഈ കമ്മ്യൂണിസ്റ്റുകൾ മുസ്ലിങ്ങളെ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ള ഒരു നറേറ്റീവിനോട് എങ്ങനെയാണ് നമുക്ക്? ഇല്ല, അതെല്ലാം ഹിന്ദുത്വത്തിൻ്റെ ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ട് വരുന്നതല്ലേ. ഇപ്പം കമ്മ്യൂണിസ്റ്റുകൾ എന്താണ് ചെയ്യുന്നത്? അവർ ഈ എന്താ പറയുക, ഇന്ത്യൻ ഭൂതകാലത്തെ എന്താ പറയുക, ഒരു ഏകാത്മക യുക്തിയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളോടാണ് വാസ്തവത്തിൽ ലെഫ്റ്റ് അക്കാഡമീഷ്യൻസ് ഏറ്റുമുട്ടിക്കൊണ്ടേയിരുന്നത്. ഞാനിതിൽ കൗതുകമുള്ളൊന്ന് രണ്ട് കാര്യം പറയാം. ഇപ്പോൾ ഇവർ ഈ ഹിന്ദുത്വ രാഷ്ട്രീയം കൊണ്ട് നടക്കുന്ന ഇന്ത്യയുടെ ഭൂതകാല ധാരണ ആദ്യം രൂപപ്പെടുത്തുന്നത് സാമ്രാജ്യത്വ ചരിത്രകാരന്മാരാണ്. ഇന്ത്യയിലെ 18ഉം 19ഉം നൂറ്റാണ്ടുകളിലെ ബ്രിട്ടീഷ് ഇമ്പീരിയൽ ഹിസ്റ്റോറിയൻസാണ് ഇന്ത്യൻ ഭൂതകാലത്തെ മതപരമായി വിഭജിച്ച് പ്രാചീന ഇന്ത്യ ഹൈന്ദവമാണ് എന്ന് വാദിച്ചു തുടങ്ങിയത്. ഇവർ ഹൈന്ദവം എന്ന് പറയുന്ന കാലത്ത് ഹിന്ദു എന്ന വാക്കുപോലും ഇല്ല. നോക്കൂ, പിന്നെയല്ലേ ഹൈന്ദവ സംസ്കാരമൊക്കെ ആവുന്നത്. പക്ഷേ അവർ ആ ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കി, ഇവരേറ്റെടുത്തു. ടിപ്പു സുൽത്താൻ വർഗീയവാദിയാണ്, മതഭ്രാന്തനാണെന്ന് പറയുന്നത് ഈ ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസാണ്, അവരുടെ കൊളോണിയൽ ഉദ്യോഗസ്ഥന്മാരാണ്. ഇവരത് ഏറ്റെടുത്തു. മധ്യകാലം മുഴുവൻ മതാന്ധതയാണ്, അധിനിവേശമാണെന്ന് പറഞ്ഞത് ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസാണ്, ഇവരെ ഏറ്റെടുത്തു. ഇവരുടെ ഓരോ നെറേറ്റീവ് എടുത്ത് നോക്കിക്കോളൂ. സാമ്രാജ്യത്വ ചരിത്രകാരന്മാർ ഇന്ത്യയെ വിഭജിക്കുന്നതിനും ഇന്ത്യൻ സമൂഹത്തെ മതപരമായി പിളർക്കുന്നതിനും വേണ്ടി ഉണ്ടാക്കിയ യുക്തികളെ അതേപടി സ്വാംശീകരിച്ചിട്ടാണ് ഇവരുടെ ചരിത്രം ഉണ്ടാക്കുന്നത്. അല്ലാതെ ഇവരുടെ ചരിത്രത്തിൻ്റെ അടിസ്ഥാനം തന്നെ സാമ്രാജ്യത്വ ചരിത്രത്തിൻ്റെ സങ്കല്പനങ്ങളാണ്. അതിൽ നിന്നാണ് ഹിന്ദുത്വം അവരുടെ രാഷ്ട്രീയ യുക്തി മുഴുവൻ ഉണ്ടാക്കിയത്. ഇത് ചെയ്തതിന് ശേഷം, ഇപ്പോൾ നേരത്തെ പറഞ്ഞാൽ, ഇപ്പോൾ ഹിന്ദു മതം എന്ന ഒരു മതസങ്കല്പം ഏതാണ്ട് ഒരു AD 5-ാം നൂറ്റാണ്ടിന് ശേഷമാണ് ഒരു മതമെന്ന പ്രയോഗത്തിൽ, ആ വാക്ക് തന്നെ പ്രയോഗത്തിൽ വരുന്നത്, മതാർത്ഥത്തിലേക്ക് അത് മാറുന്നത് പിന്നെ എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ്. അതിനെ മുഴുവൻ ഹിന്ദു പീരീഡ് എന്ന് വിളിക്കുന്നു. അതിനകത്ത് ബുദ്ധമതമുണ്ട്, ജൈനമതമുണ്ട്, നിരവധി വൈദേശിക പാരമ്പര്യങ്ങളുണ്ട്. ഇതെല്ലാം ഹിന്ദുവിൽ ലയിപ്പിക്കുന്നു. ഈ വാദം ഇന്ന് സ്വീകരിക്കുന്നത് ആരാ? ഇവരാണ്. അതിൻ്റെ അനന്തരഫലമാണ് ശ്രീരാമ വിഗ്രഹത്തിൽ ബുദ്ധൻ്റെ മുദ്ര വരുന്നത്. ഈ വാദം ആദ്യം കൊണ്ടുവരുന്നത് ഇമ്പീരിയൽ ഹിസ്റ്റോറിയൻസാണ്. വാസ്തവത്തിൽ ഈ ശ്രീരാമക്ഷേത്രത്തിൽ വരുന്ന വിഗ്രഹത്തിൽ ബുദ്ധൻ ഈ ദശാവതാരത്തിൻ്റെ ഭാഗമായി വരുമ്പോൾ ഈ ഇന്ത്യയുടെ ഭൂതകാലത്തെ മുഴുവൻ ഹൈന്ദവമാക്കിയ ഒരു സാമ്രാജ്യത്വ ചരിത്ര യുക്തി കൂടിയാണത്. അത്രയും ഇമ്പീരിയലിസത്തിന് അടിപ്പെട്ട ഒരു വീക്ഷണഗതിയാണ് ഇതിലുള്ളത്. അല്ലാതെ ഇത് തദ്ദേശീയതയുടെ ഒരടയാളവും അല്ല. ഞങ്ങൾ യഥാർത്ഥ ദേശീയവാദികളാണെന്നും ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന, ഇപ്പം ഞാൻ പറഞ്ഞ മധ്യകാലത്തെ പേർഷ്യനേറ്റ് കൾച്ചറുമായിട്ട് ഇന്ത്യക്കുള്ള ബന്ധം, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വന്ന വിവിധ പാരമ്പര്യങ്ങളുടെ കൂടിക്കലർപ്പ്, ഇതിൽ നിന്നാണ് ഇന്ത്യ ഉണ്ടായത് എന്ന് പറയുന്ന ഇടതുപക്ഷ, അല്ലെങ്കിൽ ഇടതുപക്ഷ ചരിത്രകാരന്മാരെന്ന് പറയുന്നത് പോലും വാസ്തവത്തിൽ ശരിയല്ല എന്ന് എൻ്റെ അഭിപ്രായം. കാരണം അവരങ്ങനെ ലെഫ്റ്റ് റൈറ്റ് ഒന്നുമല്ല. അവർ ചരിത്രത്തെ താരതമ്യേന കുറേ കൂടി സെക്യുലറായ ഒരു വീക്ഷണഗതിയിലൂടെ നോക്കിക്കാണാനായിട്ട് ശ്രമിക്കുന്നു. അത് വൈദേശികമാണ്, തങ്ങൾ ഈ പറയുന്ന സംബന്ധങ്ങളെല്ലാം തദ്ദേശീയമാണ് എന്ന് വരുത്താൻ അവർ ശ്രമിക്കുന്നു. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ദീർഘകാലത്തെ വേരോട്ടമുള്ളൊരു വാദഗതിയാണ്. ഇതിപ്പോൾ ഇവർ നോക്കൂ, ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 1990കളിൽ തുടങ്ങുന്നൊരു പ്രതിഭാസമല്ല ഇത് 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലെങ്കിലും തുടങ്ങുന്നൊരു പ്രതിഭാസമാണ്. അപ്പോൾ അതിൻ്റെ ആ ദീർഘചരിത്രം മുഴുവൻ നമ്മുടെ ശ്രദ്ധയിൽ നിന്നും മാഞ്ഞു പോയതുകൊണ്ട് നമ്മൾ ഏറ്റവും അവസാനത്തെ മാനിഫെസ്റ്റേഷൻസിൽ നിന്നാണ് പലപ്പോഴും ചർച്ച ആരംഭിക്കുക. ഇപ്പോൾ സവർക്കർ എങ്ങനെ വന്നു എന്നുള്ളത് ഗോപി വിശദീകരിക്കുന്നുണ്ട്. ഈ സവർക്കർ തന്നെയും ഇന്ത്യയുടെ ചരിത്രത്തെ എങ്ങനെയാണ്, സവർക്കറുടെ ഒരു വളരെ ശ്രദ്ധേയമായൊരു വാക്യമുണ്ട്, ഹിന്ദുത്വ ഈസ് നോട്ട് എ വേഡ്, ഇറ്റ് ഈസ് എ ഹോൾ ഹിസ്റ്ററി എന്നൊരു സ്ഥലത്ത് മൂപ്പര് പറയുന്നുണ്ട്. ഒരു പൂർണ്ണ ചരിത്രമാണ്. ആ പൂർണ്ണ ചരിത്രത്തിലാണ് ഇവർ നിൽക്കുന്നത്. അത് ഇന്ത്യയുടെ ഭൂതകാലത്തെ മതപരമായി അപ്രോപ്രിയേറ്റ് ചെയ്തതിൻ്റെയാണ്. അതിനോട് ഇടയുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവർ എന്തുകൊണ്ടാണ് ഈ ഹിസ്റ്റോറിയൻസിനെ ആക്രമിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനോടിടയാനുള്ള കരുക്കൾ ഇവർ കൂടുതലുണ്ടാക്കി. ഇപ്പോൾ ദാപ്പറായാലും ആർ എസ് ശർമ്മയായാലും ഇർഫാനായാലും ഒക്കെ എത്രയോ കൂടുതൽ അറിവുകൾ നമ്മിലേക്ക് അവരുടെ ജീവിതം ബലിയർപ്പിച്ച് നമുക്ക് തന്നു. അതുകൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെയൊക്കെ പറയാനോ ചെറുക്കാനോ നമുക്ക് കുറച്ച് പേർക്കെങ്കിലുമൊക്കെ പറ്റുന്നത്.
അപ്പോൾ അതുകൊണ്ട് അവരെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാനായിട്ട് ഇനിയും ശ്രമിക്കും. ഒരുപക്ഷെ ഇത് ആവർത്തിക്കുന്ന നമ്മളെപ്പോലുള്ള ആളുകളെ കൂടുതൽ വേട്ടയാടും. വരാനിരിക്കുന്ന കാലം എന്തിൻ്റെയാണെന്ന് പറയാൻ വയ്യ. അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ വസ്തുതകൾക്ക് വേണ്ടി നമ്മൾ നിലനിൽക്കണം. ഇപ്പോൾ ആര്യവംശം എന്നത് ഹിറ്റ്ലർ ഒരു സ്റ്റേറ്റ് ഐഡിയോളജി ആക്കിയതാണ്. ഇല്ലാത്ത ഒന്നായിരുന്നു. അങ്ങനെ ഒരു വംശമില്ല, സംബന്ധം മാത്രമായിരുന്നു. പക്ഷേ 2 പതിറ്റാണ്ടെങ്കിലും ഒരു ജനത അത് തലയിലേറ്റി കൊണ്ട് നടന്നു. അതൊക്കെ ഇനിയും നടക്കും. നമ്മളതിനോട് എതിർത്ത് നിൽക്കുക എന്ന് തന്നെ വഴിയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്.